പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്കേവർക്കും ഈ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ എന്ന് പറയുന്ന ഒരു ബുക്ക് ഹോൾ വീഡിയോ ആണ്. ഓഗസ്റ്റ് 18 മുതൽ 2025 ഓഗസ്റ്റ് 18 മുതൽ 30 വരെ പുസ്തകച്ചന്ത എന്ന പേരിൽ ഒരു ബുക്ക് ഫെസ്റ്റിവൽ DC ബുക്ക്സുകാർ നടത്തുന്നുണ്ട് കൊല്ലം പബ്ലിക് ലൈബ്രറി വെച്ച്. ഇവർ പല സ്ഥലങ്ങളിലായിട്ട് കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ ഇതേ പ്രോഗ്രാം ഇതേ ബുക്ക് ഫെസ്റ്റിവൽ നടത്തി വരികയാണ്. അപ്പം ഓഗസ്റ്റ് 18 മുതൽ 30 വരെയാണ് കൊല്ലത്ത് നടക്കുന്നത്. അത് കൊല്ലം പബ്ലിക് ലൈബ്രറി വെച്ചിട്ടാണ്. അപ്പം അവിടെ ഈ 18 തൊട്ട് തുടങ്ങി ഞാൻ 20 അവിടെ പോവുകയും അവിടുന്ന് കുറച്ച് പുസ്തകങ്ങൾ പർച്ചേസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആ പുസ്തകങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് വെന്യൂ ആയിട്ട് അവർ തിരിച്ചിട്ടുണ്ട്. അപ്പം പുസ്തകങ്ങൾ വിൽപ്പനയാണ്, ബുക്ക് ഫെസ്റ്റിവലാണ്. DC ബുക്സിൻ്റെ പുസ്തകങ്ങളാണ് എല്ലാം ഉള്ളത്. രണ്ട് വെന്യൂ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒന്ന് പുതിയ പുസ്തകങ്ങളും ഒന്ന് പഴയ പുസ്തകങ്ങളും. ഈ പഴയ പുസ്തകങ്ങൾക്കാണ് 30 തൊട്ട് 70% വരെ വിലക്കുറവെന്ന് പറയുന്നത്. അപ്പോൾ പഴയ പുസ്തകങ്ങളുടെ ഒരു സെക്ഷൻ, പുതിയ പുസ്തകങ്ങളുടെ ഒരു സെക്ഷൻ. ഈ പുതിയ പുസ്തകങ്ങൾക്ക് ഏത് ബുക്ക് എടുത്താലും 10% ഡിസ്കൗണ്ട്, അല്ലെങ്കിൽ 5 ബുക്ക് ഒന്നിച്ചെടുത്താൽ 1 ബുക്ക് ഫ്രീ. അതായത് നമ്മളിപ്പം ബുക്കുകൾ എടുക്കുകയാണെങ്കിൽ ഏത് ബുക്ക് വേണമെങ്കിലും എടുക്കാം. എടുക്കുന്ന പുസ്തകങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് ഉണ്ട്. പക്ഷേ 5 ബുക്ക് ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ അതിലൊരു ബുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സ്കീമുകൾ മുമ്പും DC ബുക്സിൻ്റെ കേട്ടിട്ടുണ്ട്. 4 ബുക്ക് എടുത്താൽ 1 ഫ്രീ, അല്ലെങ്കിൽ 5 ബുക്ക് എടുത്തു കഴിഞ്ഞാൽ 1 ഫ്രീ. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരേ പ്രൈസുള്ള 5 പുസ്തകങ്ങൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് 20% ഡിസ്കൗണ്ട് കിട്ടും. കാരണം 5ൽ 1 ഫ്രീ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് 20% ഡിസ്കൗണ്ട് കിട്ടും, അല്ലെങ്കിൽ 10%. അവിടെ ഉള്ളത് ഏത് പുസ്തകം എടുത്താലും 10% ആണ് ഡിസ്കൗണ്ട്. പിന്നെ ഇങ്ങനെ ഒരു 5 ബുക്ക് എടുത്ത ഒരെണ്ണം ഫ്രീ എന്നുള്ള ഇതുകൊണ്ട്. അപ്പോൾ 5 എണ്ണം ഒരേ പ്രൈസിലുള്ള 5 ബുക്ക് എടുക്കുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ടും കിട്ടും. അങ്ങനെയുണ്ട് പുതിയ പുസ്തകങ്ങൾക്ക്. പഴയ പുസ്തകങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ 200 രൂപയ്ക്ക് മേളിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതോ ഏത് ബുക്ക് എടുത്താലും 30% ഡിസ്കൗണ്ട്. പിന്നെ 200 രൂപയ്ക്ക് മേളിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 500 രൂപയ്ക്ക് മേളിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ 40% ഡിസ്കൗണ്ട്. അതിനുശേഷം 1000 രൂപയ്ക്ക് മേളിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ 50% ഡിസ്കൗണ്ട്. അപ്പോൾ 1000 രൂപയ്ക്ക് മേളിൽ പിന്നെ എത്ര രൂപയ്ക്ക് വാങ്ങിച്ചാലും 50% ഡിസ്കൗണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പോകുന്ന ആൾക്കാർ ഇപ്പം നമ്മൾ 4-5 ബുക്ക് എടുക്കുമ്പോൾ തന്നെ 1000 രൂപ ആവും. അപ്പോൾ പിന്നെ എന്താ പറയുക, 1000ന് 50% ഡിസ്കൗണ്ട്, 1000ന് മുകളിലേക്ക് 50% ഡിസ്കൗണ്ട് എന്നുള്ളതാണ് പഴയ പുസ്തകങ്ങളുടെ ഇതിൽ ഞാൻ മനസ്സിലാക്കിയത്. അതിന് മുമ്പും 30% ഡിസ്കൗണ്ട്. എനിക്ക് 200 രൂപയ്ക്ക് മുകളിൽ വാങ്ങിച്ചാൽ 30, 500 മുകളിൽ വാങ്ങിച്ചാൽ 40% ഡിസ്കൗണ്ട്. അങ്ങനെ പഴയ പുസ്തകങ്ങൾക്ക് അങ്ങനെ വിലയനുസരിച്ച് നമ്മൾ എത്ര രൂപയ്ക്കാണോ വാങ്ങിക്കുന്നത് അതിനനുസരിച്ച് ഡിസ്കൗണ്ടാണ്. 1000ന് മുകളിൽ എത്ര വാങ്ങിച്ചാലും 50%. പിന്നെ അവിടെ കുറേ പഴയ സെക്കൻഡ് ഹാൻഡ് അക്കാഡമിക് പുസ്തകങ്ങൾ, അതായത് ഈ നമ്മൾ ടെക്സ്റ്റ് ബുക്കുകളുണ്ടല്ലോ, പല കോളേജിലേക്ക് എഞ്ചിനീയറിങ്ങിൻ്റെയും നേഴ്സിങ്, മെഡിസിൻ, പിന്നെ അങ്ങനെ പല ഇതിൻ്റെ ടെക്സ്റ്റ് ബുക്കുകളുണ്ടല്ലോ. അപ്പോൾ അതും അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കുകൾ, അക്കാഡമിക് ആയിട്ടുള്ള പുസ്തകങ്ങൾക്ക് 70% ഡിസ്കൗണ്ട്. അതായത് ശരിക്കും അവിടെ ഉള്ള എല്ലാ പുസ്തകങ്ങൾക്കും, അതായത് ഇവിടെ 30% തൊട്ട് 70% എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം പഴയ പുസ്തകങ്ങളാണ്. 2 ഈ 30% തൊട്ട് 50% എന്ന് പറയുന്നത് പഴയ പുസ്തകങ്ങൾക്ക്. അതായത് ഈ നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾക്ക് എന്താ പറയുക, മാക്സിമം കിട്ടുന്ന 50% ഡിസ്കൗണ്ടാണ്. പിന്നെ അക്കാഡമിക് പുസ്തകങ്ങൾ, അതായത് പഴയ എഡിഷൻ പുസ്തകങ്ങൾ, അതായത് നമ്മുടെ ഈ സ്കൂളിൽ കോളേജിൽ പഠിക്കുന്ന പുസ്തകങ്ങൾക്ക് 70% ഡിസ്കൗണ്ട് ഉണ്ട്. പക്ഷേ അതൊക്കെ വളരെ കുറച്ച് പുസ്തകങ്ങൾ അവിടെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാത്തിനും എന്തെടുത്താലും 70% ഇല്ല. അതായത് ഈ അക്കാഡമിക് പുസ്തകങ്ങൾ തന്നെ നമുക്ക് എന്താ പറയുക പഴയ എഡിഷൻസ് ആണ്. അങ്ങനെയാണ് ആ ഡിസ്കൗണ്ട് പോകുന്നത്. അപ്പോൾ 50% മാക്സിമം നമുക്ക് കിട്ടുന്ന ഡിസ്കൗണ്ട്. മറ്റേടത്ത് 30% എന്താ പറയുക 10%, പുതിയ പുസ്തകങ്ങൾക്ക് 10%. ഏത് പുസ്തകം എടുത്താൽ 5 പുസ്തകം എടുത്താൽ 1 ഫ്രീ. അപ്പോൾ അതാണ് ഡിസ്കൗണ്ടിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ വാങ്ങിയ പുസ്തകങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ അതിനു മുമ്പ് ഞാൻ കവർ, ഇവർ DC ബുക്സിൻ്റെ കവറാണ്, അവർ തന്നെ ഡിസൈൻ ചെയ്തൊരു കവറുണ്ട്. അപ്പോൾ ഇത് ഞാൻ മുമ്പൊരിക്കലും ഇതേപോലെ തന്നെ DC ബുക്സിൻ്റെ ഒരു എന്താ പറയുക ബുക്ക് ഫെസ്റ്റിവലിനായപ്പോൾ അവർ തന്ന കവർ കാണിച്ചിരുന്നു. ഞാൻ ഇനി അത് കാണാത്ത ആൾക്കാർക്ക് വേണ്ടി ഒന്ന് കാണിച്ചതാണ്. ഐ ആം എ ബുക്ക് റീഡർ, എവരിവൺ ഹാസ് എ ഗുഡ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് അവരുടെ DC ബുക്സുകാർ തന്നെ ഡിസൈൻ ചെയ്തൊരു കവറാണ്. അപ്പോൾ അങ്ങനെ ഒരു കോട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. കൂടാതെ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഒരുപാട് എന്താ പറയുക ഗ്രന്ഥങ്ങളുടെ പേര്, മലയാള ഗ്രന്ഥങ്ങളുടെ പേരും DC ബുക്സുകാരെ പ്രസിദ്ധീകരിക്കുന്ന ഗ്രന്ഥങ്ങളുടെ ഫേമസ് ആയിട്ട് പുസ്തകങ്ങളുടെ പേരും ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് പണ്ടേ ഉള്ള ഒരു ഡിസൈനാണ് അവരുടെ. ഇവർ മുമ്പ് ഞാൻ ഇതേപോലെ തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇത് എന്താ പറയുക അവർ തന്നെ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ്. ഇതിലാണ് അവർ ബുക്കുകൾ ഇട്ട് തരുന്നത്. അപ്പോൾ ഈ ബുക്ക് പിന്നെ ഈ ഒരു പ്ലാസ്റ്റിക് കവർ, മുമ്പ് ഞാൻ വാങ്ങിയ പ്ലാസ്റ്റിക് കവർ കുറച്ചുകൂടെ കട്ടി ഉണ്ടായിരുന്നു. മുമ്പൊരിക്കൽ ഞാൻ പോയ സമയത്ത് കുറച്ചുകൂടെ കട്ടിയുള്ള പ്ലാസ്റ്റിക്. ഇതെന്ന് പറഞ്ഞാൽ ഒരുമാതിരി നൈസ് കവറാണ്. അതായത് കുറച്ചൊരു 5-6 ബുക്ക് ഇട്ടിട്ട് നമ്മളിങ്ങനെ ഒന്ന് ആട്ടുമ്പോഴേക്ക് ആ ബുക്കിൻ്റെ എഡ്ജൊക്കെ കൊണ്ട് ഇത് കീറിപ്പോവും. അത്രയ്ക്ക് കട്ടി കുറഞ്ഞൊരു കവറാണ്. പക്ഷെ അവരുടെ DC ബുക്സുകാരുടെ സ്വന്തം ഡിസൈനാണ്. അങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പോൾ കവർന്ന് കാണിച്ച് ഈ കവറിലാണ് അവർ ഇട്ട് തരുന്നത്.
അപ്പോൾ ആദ്യമായിട്ട് വാങ്ങിയ പുതിയ പുസ്തകങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ പുതിയ പുസ്തകങ്ങൾ ഞാൻ പറഞ്ഞു 5 എടുത്ത ഒരെണ്ണം ഫ്രീന്ന്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും നോക്കിയപ്പോൾ 10%-ത്തേക്കാൾ കൂടുതൽ ഡിസ്കൗണ്ട് 20%-ആണ് 5 എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരേ പ്രൈസിലുള്ള 5 ബുക്കിൻ്റെ 2 സെറ്റ് എടുത്തു. അപ്പം ഒരേ പ്രൈസിലുള്ള ആദ്യത്തെ പുസ്തകങ്ങൾ കാണിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇനി കാണിക്കാൻ പോകുന്ന 5 പുസ്തകങ്ങളും വില എന്ന് പറയുന്നത് MRP 499 രൂപയാണ്. അപ്പോൾ പലരും എന്താ പറയുക, ഞാൻ വില പറയാറില്ലെന്ന് പറയാറുണ്ട്. അപ്പം അങ്ങനത്തെ പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രമേ ഞാൻ പറയാറുള്ളൂ. കാരണം വെച്ചാൽ വില ആർക്കും എപ്പോൾ വേണമെങ്കിലും അറിയാവുന്നൊരു സംഭവമായതുകൊണ്ട് നെറ്റിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ആദ്യം വിലയാണ് കാണിക്കുന്നത് നമ്മളിപ്പം. പിന്നെ മാത്രമല്ല പല സൈറ്റിലും പല വിലയായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് വില അങ്ങനെ പറയാത്തത്. അപ്പോൾ ഇനി ഞാൻ കാണിക്കുന്ന എല്ലാ പുസ്തകങ്ങൾക്കും MRP 499 രൂപയാണ്. അപ്പോൾ ആദ്യത്തെ ബുക്ക് പരിചയപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ ബെന്യാമിൻ്റെ ഏറ്റവും പുതിയ നോവലാണ് മൾബറി എന്നോട് നിൻ്റെ സോർബയെക്കുറിച്ച് പറയും. ഇതൊരു നോവലാണ് ബെന്യാമിൻ്റെ. അപ്പോൾ ഈ ബുക്കിൻ്റെ ഒരു പ്രത്യേകത, ഈ ബുക്ക് ഒരു ടാഗൊക്കെ ഇങ്ങനെ ഇട്ട് ഒരു ടാഗ് വെച്ച് മറച്ചിരിക്കുകയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഇങ്ങനെ ഊരി പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഈ ടാഗ് DC ബുക്സിൻ്റെ ഒരു പ്രത്യേക ടാഗാണ്. അപ്പോൾ ഇത് ഞാൻ തുറക്കുവാണ്. ഇതിനകത്ത് കുറച്ച് പോസ്റ്റ് കാർഡുകൾ ഇവർ ഈ ബുക്കിൻ്റെ പ്രൊമോഷനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. നമുക്കിങ്ങനെ നോക്കാം. ഇത് മൾബറി എന്നോട് നിൻ്റെ സോർബയെ പറ്റി എന്നോട് നിൻ്റെ സോർബയെക്കുറിച്ച് പറയൂ എന്ന് പറയുന്നത് നോവല്. ഇത് മൾബറി എന്ന് പറയുന്ന ഒരു പ്രസാധകൻ, ഷെൽവി എന്ന് പറയുന്ന ഒരു വ്യക്തി നടത്തിയ മൾബറി എന്ന് പറയുന്ന ഒരു പ്രസാധന സ്ഥാപനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഷെൽവിയുടെ വൈഫ് ഷെൽവി ആ മൾബറി എന്ന സ്ഥാപനം നടത്തിയതിനെ പറ്റിയുള്ള ഒരു നോവലാണ്. അപ്പോൾ അതൊരു യഥാർത്ഥ ആളെ പറ്റിയുള്ള ഒരു നോവൽ. ബ്ലർബ് ഒന്ന് വായിക്കാം. പുസ്തകങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ ജീവിച്ചു മടങ്ങിയ ഷെൽവിയുടെയും അയാളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ കസാസാക്കിൻ്റെയും കാലങ്ങളിലൂടെ ഇരുവർക്കുമിടയിലെ സമാന ലോകങ്ങളിലൂടെ അവരുടെ ആഹ്ലാദങ്ങൾക്കും പ്രണയങ്ങൾക്കും വേദനകൾക്കുമൊപ്പം ബെന്യാമിൻ നടക്കുന്നു, ഒരു നോവലിസ്റ്റിൻ്റെ സർവ്വസ്വാതന്ത്ര്യത്തോടെ. അപ്പോൾ ഫിക്ഷനും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു യഥാർത്ഥ വ്യക്തിയെ പറ്റിയുള്ള, നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്ന യഥാർത്ഥ വ്യക്തിയെ പറ്റിയുള്ള ഒരു കഥയാണ്. മൾബറി എന്നാണ് അദ്ദേഹം നടത്തിയ സ്ഥാപനത്തിൻ്റെ പേര്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഷെൽവിയുടെ ഈ ബുക്ക് ഇത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ സീരീസായിട്ട് വന്നുകൊണ്ടിരുന്ന നോവലാണ്. അപ്പോൾ അത് ഞാൻ വായിച്ചിട്ടില്ല. കാര്യം എന്താ വെച്ചാൽ ഞാൻ വായിക്കുമ്പോഴൊക്കെ പല ചാപ്റ്റർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. കാരണം നമ്മൾ വല്ലപ്പോഴും ഒക്കെ മാതൃഭൂമി വായിച്ചപ്പതിപ്പ് വാങ്ങുന്നത് കൊണ്ട് പല ചാപ്റ്റർ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ വായിച്ചില്ല. പക്ഷേ ഇത് ഒരു പ്രസാധകനെ പറ്റിയുള്ള ഒരു നോവലായതുകൊണ്ട് വായിക്കണമെന്ന് അതിയായി ആഗ്രഹിച്ചിരുന്ന ബുക്കാണ്. അങ്ങനെ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. മൾബറി എന്നോട് നിൻ്റെ സോർബയെക്കുറിച്ച് പറയും, ഇതാണ് നോവലിൻ്റെ പേര്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, ഇതിൻ്റെ പ്രൊമോഷനായിട്ട് ഇതിനകത്ത് ഇവർ കുറച്ച് പോസ്റ്റ് കാർഡുകളും മറ്റുമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണിക്കാം. ഇതാണ് ഒരെണ്ണം. ഒരു ബോർഡിംഗ് പാസ് ആണ്, ഒരു ബോർഡിംഗ് പാസ്. അപ്പോൾ ഇത് ബുക്കിലുള്ള ആൾക്കാർ യാത്ര ചെയ്തായിരിക്കും. പേര് എഴുതിയിട്ടുണ്ട് പെരേര ഡെയ്സി ജാക്വലിൻ എന്ന് പറയുന്ന ഒരാളുടെ ബോർഡിംഗ് പാസ് ആണ്. അപ്പോൾ ഇത് മിക്കവാറും ഈ നോവലിലെ ഒരു ക്യാരക്ടർ ആയിരിക്കും പെരേര ജാക്വലിൻ. പിന്നെ ഇതൊരു പോസ്റ്റ് കാർഡാണ്. ചിലപ്പോൾ ഗ്രീസിലെ എന്തെങ്കിലും ആയിരിക്കും. കാരണം ഇത് എന്താ പറയുക, നമ്മുടെ സോർബ എന്ന് പറയുന്നത് ഒരു നോവലാണ്. പുള്ളിയുടെ വായി എനിക്ക് കൊള്ളുന്നില്ല, കസാന്ത് സാക്കി എന്ന് പറയുന്ന ഒരു നോവലിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ. കസന്ത് സക്കീസ്, ഇതാണ് അദ്ദേഹം. ഇത് മൾബറി ബുക്സ് ജീവിതവും രചന എന്ന് പറഞ്ഞിട്ടൊരു ബുക്കിൻ്റെ കവറാണ്. അത് പോസ്റ്റ് കാർഡായിട്ടാണ്, ബാക്കിൽ പോസ്റ്റ് കാർഡാണ്. കസംഗീസ്, ഇത് ഒരു പോസ്റ്റ് കാർഡാണ്. അടുത്ത പോസ്റ്റ് കാർഡ്, ഇത് അടുത്തതും പോസ്റ്റ് കാർഡാണ്. ഇതും അതേ നോവലിസ്റ്റിൻ്റെ മറ്റൊരു രചനയുടെ കവർ. അത് പോസ്റ്റ് കാർഡായിട്ട് ഒരു ഇതായിരിക്കുന്നു. അപ്പോൾ ഇതൊരു ബുക്കിൻ്റെ പ്രൊമോഷനായിട്ട് പലരും ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. ഇത് നിക്കോളാസ് കസാന്താക്കിസ്, അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി ബേസ്ഡ് ഓൺ ഇസ് ലെറ്റേഴ്സ്. അത് മറ്റൊരു ഹെലൻ കസാങ്കിസ്താൻ എഴുതിയ, അതായത് അതിന് ഭാര്യയോ മകളോ ആയിരിക്കും, അദ്ദേഹം എഴുതിയ പുസ്തകത്തിൻ്റെ കവറാണ് പോസ്റ്റ് കാർഡായിട്ട് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ പോസ്റ്റ് കാർഡ് ഇനി വല്ലതും ഉണ്ടോ നോക്കട്ടെ. ഇതിനകത്ത് ഏതാണ്ട് ഗുണമുണ്ട്. നോക്കട്ടെ. യെസ്, ഒരു പേജും കൊണ്ടിരിക്കുന്നു. ഡെയ്സി എന്ന് പറയുന്ന ഒരാൾ എഴുതിയ നിന്നെ ഞാൻ സ്വതന്ത്രനാക്കും, അതിൻ്റെ നിന്നെ ഞാൻ സ്വതന്ത്രനാക്കുന്നു എന്ന കവിതയുടെ ഒരു പേപ്പർ. അത് ചിലപ്പോൾ മാസികയിലോ കലാകൗമുദിയിൽ അച്ചടിച്ചു വന്ന ഇതാണ് അതിൻ്റെ ഒരു പേജ്. അപ്പോൾ ഇതെല്ലാം ഇതൊക്കെ ഇതിൻ്റെ നോവലിലുള്ള കഥാസന്ദർഭമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. മനസ്സിലായില്ല? അപ്പോൾ ഇങ്ങനെ ഡെയ്സി എന്ന് പറയുന്ന ആൾ ഇങ്ങനെ കവിത എഴുതുന്നതായിട്ട് ഇതിനകത്ത് കാണും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്തതാണ്. പോസ്റ്റ് കാർഡ്,
കവിത. ഇത് മറ്റൊരു ചെറിയൊരു ബുക്ക്, ഇതിനകത്ത് വേറൊരു ബുക്കും കൂടെ, പ്രിയപ്പെട്ട സുഹൃത്ത് പുസ്തക പതിപ്പെന്ന് പറഞ്ഞിട്ട് ഷെൽവി പറഞ്ഞില്ല, നമ്മൾ ശരിക്കും ജീവിച്ചിരുന്ന ഒരാളാണ് ഷെൽവി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൾബറി ബുക്സ് ഇറക്കുന്ന എന്തോ ഒരു പതിപ്പ് പോലെ അതിൻ്റെ കോപ്പി ഇതിനു വേണ്ടി, ഈ ബുക്ക് അച്ചടി പ്രസാധനത്തിന് വേണ്ടി അവരിങ്ങനെ ചെയ്തിരിക്കുകയാണ്. ഇത് തന്നെ ഇങ്ങനെ തുറന്ന് നോക്കിയൊക്കെ ചെയ്യാം. ഇതാണ് എൻ്റെ അകം. നിർമാല്യവും മേതിലും എന്ന് പറഞ്ഞിട്ടൊരു തലക്കെട്ടിൽ ചെറിയൊരു ലഘുലേഖ, പോസ്റ്റ് കാർഡ്, ഒരു കവിത, കലാകൗമുദിയിലെ ഒരു പേജ്. പിന്നെ ഇതൊരു പോസ്റ്റർ പോലെ. നോക്കട്ടെ, വേറെ ഏതാണ്ടൊക്കെ ഉണ്ട്. എൻ്റെ അമ്മോ, ഇത് കസാങ്കിസ്ഥാൻ എന്ന് പറഞ്ഞ എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ മ്യൂസിയത്തിൻ്റെ മാപ്പ്, ആ മ്യൂസിയത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഇതാണ്. ഇതെല്ലാം ഈ ബുക്കിനകത്ത്. ഇനി വേറെ ഏതാണ്ടും കൂടെ ഉണ്ടോ നോക്കട്ടെ. ഞാൻ മറിച്ച് നോക്കുമ്പോൾ പുതിയ കാര്യങ്ങൾ തുറന്നു വരുവാണ്. അതുകൊണ്ട് ഇവിടെ ഏതാണ്ടിരിക്കുന്നത് ഇതെന്താണിത്? ഇത് ഡിയർ സിസ്റ്റർ സ്വാഗൻ വധ MK ഗാന്ധി, മഹാത്മാഗാന്ധി ചെയ്തൊരു കത്ത്. എനിക്ക് വയ്യ. മഹാത്മാഗാന്ധി ചെയ്തൊരു കത്ത്. DC ബുക്സുകാർ നല്ല, ഈ പേപ്പറൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. സാധാരണ DC ബുക്സിൻ്റെ ഏറ്റവും ഭയങ്കര പരാതിയാണ് എല്ലാവർക്കും, എന്താ പറയുക, DC ബുക്സിന് ഇതില്ലെന്ന്. ഇത് ഷെൽവി എഴുതിയൊരു കത്ത്. ഷെൽവി എന്ന് പറയുന്ന നമ്മുടെ കഥയിലെ നോവലിൻ്റെ ഹീറോ എഴുതിയ ഒരു കത്ത്. അദ്ദേഹത്തിൻ്റെ കൈപ്പടയായിരിക്കണം അത് എഴുതിയൊരു കത്തിൻ്റെ കോപ്പി. ഇതെല്ലാം നമ്മുടെ നോവലുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ മറ്റൊരെണ്ണം മൺസൂൺ ബുക്ക് ഫെസ്റ്റ്, ബിസിനസ് റിപ്ലൈ ഇൻലൻഡ്. അതായത് മൺസൂൺ ബുക്ക് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് നടത്തിയ ബുക്ക് ഫെസ്റ്റിവലിൻ്റെ ഒരു പരസ്യം. ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്, മൺസൂൺ ബുക്ക് ഫെസ്റ്റിവൽ. മിക്കവാറും മൾബറിക്കാർ നടത്തിയ എന്തെങ്കിലും ബുക്ക് ഫെസ്റ്റ് ആയിരിക്കും ഇത് ഇൻലൻഡ്. പിന്നെ നമുക്ക് ബുക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇത് മൺസൂൺ ബുക്ക് ഫെസ്റ്റിവലിന് ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ പരസ്യവും അതിൻ്റെ ഓർഡർ ചെയ്യാനുള്ള കാര്യം. പിന്നെന്താണ്? പിന്നെ വേറെ എന്താണ്? വേറെ ഒന്നുമില്ല. ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് അവർ ഈ ഒരു ബുക്കിൻ്റെ പ്രൊമോഷന് വേണ്ടി അല്ലെങ്കിൽ ഈ ബുക്കിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം തന്നെ ഈ പുസ്തകത്തിൻ്റെ കഥയായിട്ടോ ഒരു ഇതും കൂടെ, ഒരു ബുക്ക് മാർക്കും കൂടെ വരുന്നു. ജീവിതവും രചനയും, കസൻ സക്കീസിൻ്റെ സോർബ ബുക്സ് എന്ന് പറയുന്ന ബുക്സ് ഇറക്കുന്ന കസങ്കിസാക്കീസ് എൻ്റെ ഒരു ബുക്ക് മാർക്ക്. ഈ ബുക്കിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ഈ എഴുത്തുകാരൻ. ഈ ഗ്രീസിലെ എഴുത്തുകാരനാണ്. എനിക്കറിയാം, ഇദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ എന്തോ ക്രൂശിക്കിനെ പറ്റി. യേശുവിൻ്റെ എനിക്ക് ദ ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്, അത് ഞാൻ വായിച്ചിട്ടുള്ളതാണ്, മലയാളം ട്രാൻസ്ലേഷൻ. അതും DC ബുക്സുകാരുടെയാണ്. അതിനകത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ അക്ഷരത്തെറ്റ് കണ്ടിട്ടുള്ളൊരു ബുക്ക്. DC ബുക്സുകാരുടെ ഈ ഒരു ബുക്കിനാണ്. അപ്പോൾ മൾബറി എന്നോട് ഇതിൻ്റെ സോർബയെക്കുറിച്ച് പറയൂ. അതും അതിൻ്റെ കൂട്ടത്തിൽ വരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഇത്രയും സാധനങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ്. ഇത്രയും സാധനങ്ങളും കൂടെ ചേർത്തിട്ട് അവർ കുറേ ഉണ്ട് എടുത്തിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ്. അതായത് ഒരു വ്യത്യസ്തത, വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ. അതായത് ഈ പുസ്തകത്തിലുള്ള കഥാസന്ദർഭങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് മെമ്മറലൈസ് അല്ലേ, നമ്മൾ ഈ ഓരോ സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ കളക്ട് ചെയ്യുന്ന പോലുള്ള ഇതും കൂടെ ചേർത്തിട്ടാണ് ഈ ബുക്ക് വരുന്നത്. ഇത്രയാണ് ഈ ബുക്ക് ഒന്നിച്ച് വരുന്നത്. അപ്പോൾ ഇത് ബെന്യാമിൻ എഴുതിയ പുതിയ നോവൽ മൾബറി എന്നോട് നിന്റെ സോർബയെക്കുറിച്ച് പറയും. ഇതാണ് നോവൽ. ഇത് നോവലിൻ്റെ കൂടെ വരുന്ന, പുസ്തകത്തിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന അഡീഷണൽ സാധനം. പിന്നെ ഒരു ടാഗ് DC ബുക്സുകാരുടെ ഒരു ടാഗിനകത്ത് ഒട്ടിച്ചാണ് വന്നിട്ടുള്ളത്. ഇതെല്ലാം കൂടെ കവർ ചെയ്ത് തിരിച്ചൊട്ടിക്കാൻ പറ്റുമോ നോക്കാം. ഒട്ടിച്ചങ്ങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വിഷയമല്ലോ. ഒട്ടിച്ചു. അപ്പോൾ ഇതാണ് ഒരു ബുക്ക്, ബെന്യാമിൻ്റെ മൾബറി നിന്റെ സോർബയെക്കുറിച്ച് പറയും. ഇനി അടുത്തതെന്ന് പറയുന്നത് രണ്ടാമത് മറ്റൊരു പുസ്തകമാണ്. ലോകപ്രശസ്തമായ ഒരു നോവലാണ്. എനിക്കൊന്ന് കൊറിയൻ നോവലാണ്. ഹാങ് കാങ്ങിൻ്റെ ദ വെജിറ്റേറിയൻ. ഇത് വിന്നർ ഓഫ് 2024 നോബൽ പ്രൈസ് ലിറ്ററേച്ചർ. 2024 നോബൽ പ്രൈസിൽ ലിറ്ററേച്ചർ നോബൽ പ്രൈസിന് അർഹയായ ക്യാൻ ഹാങ്ങിൻ്റെ ദ വെജിറ്റേറിയൻ ഭയങ്കര ഫേമസ് ബുക്കാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവറുകളുടെ മറ്റൊരു പുസ്തകം ഹാൻ കാങ്ങിൻ്റെ തന്നെ ദ വൈറ്റ് ബുക്ക്. ഇത് രണ്ടും ഒരേ പ്രൈസ് ആയതുകൊണ്ട് ഞാനിങ്ങനെ രണ്ടും അടുത്തടുത്തിരുന്നു, അപ്പോൾ അങ്ങനെ എടുത്തതാണ്. ഇതാണ് ഏറ്റവും ഫേമസ്, എല്ലാവരും വായിക്കണം എന്ന് പറയുന്ന ഒരു ബുക്ക്. ഇത് ദ വൈറ്റ് ബുക്ക് എന്ന് പറയുന്ന അവരുടെ തന്നെ മറ്റൊരു പുസ്തകമാണ്, ദ വൈറ്റ് ബുക്ക്. അപ്പോൾ ഇത് രണ്ടും വെജിറ്റേറിയനും ദ വൈറ്റ് ബുക്കും.
കൊറിയനാണ്. എനിക്ക് രണ്ടിൻ്റെയും കഥ അറിയത്തില്ല. വെജിറ്റേറിയൻ്റെ കഥ എനിക്കറിയത്തില്ല. അടുത്തത് ഒരു നോൺ ഫിക്ഷൻ ബുക്കാണ്, ദ ലേഡി ഡോക്ടേഴ്സ് അൺടോൾഡ് സ്റ്റോറീസ് ഓഫ് ഇന്ത്യ ഫസ്റ്റ് വുമൺ ഇൻ മെഡിസിൻ. എ റിച്ച് ലിസ്റ്റ് കവിത റാവോ എഴുതിയ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഡോക്ടർമാരെ പറ്റിയുള്ള ഒരു നോൺ ഫിക്ഷൻ പുസ്തകം, ഹിസ്റ്ററിയാണ്. അടുത്തത് നോൺ ഫിക്ഷൻ തന്നെയാണ് ഇത്, എവരിബഡി ലവ്സ് എ ഗുഡ് ഡ്രൗട്ട്, സ്റ്റോറീസ് ഫ്രം ഇന്ത്യസ് പൂറസ്റ്റ് ഡിസ്ട്രിക്ട് വിത്ത് എ ന്യൂ ഇൻട്രൊഡക്ഷൻ, പി സൈനാഥ്. ഇത് പി സൈനാഥ് എന്ന് പറയുന്ന ആളെ അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു ബുക്കാണ്, ഇത് ഫേമസ് ബുക്കാണ്. പി സൈനാഥ് ഈ കർഷകർക്ക് വേണ്ടി എന്താ പറയുക ആക്ടിവിസം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതായത് കർഷകരുടെ റൈറ്റ്സിന് വേണ്ടിയും കർഷകർക്ക് ഈ എന്താ പറയുന്നത് കാര്യങ്ങളൊക്കെ കറക്റ്റ് സമയത്ത് അവരുടെ എന്താ പറയുക വിത്തിറക്കാൻ പറ്റുന്നതിനും അതിനുവേണ്ടിയുള്ള ജലസേചനവും മറ്റ് അവർക്ക് വേണ്ട സബ്സിഡിയും അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ആക്ടിവിസ്റ്റാണ് പി സൈനാഥ്. അപ്പം എവരിബഡി ലവ്സ് എ ഗുഡ് ഡ്രൗട്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രശസ്ത ഭയങ്കര ഫേമസ് ബുക്കാണ്. 20 എഡിഷൻ ഇറങ്ങി. ഇത് 20th ആനിവേഴ്സറി, 20 വർഷമായി ബുക്ക് ഇറങ്ങിയിട്ട്. അപ്പോൾ 20ാമത്തെ വർഷത്തെ എഡിഷനാണ് ഇത്. അപ്പം ഇത് ആൾറെഡി എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്ലാസിക് ബുക്കാണ് പി സൈനാഥിൻ്റെ. ഇതുവരെ ഞാൻ വായിച്ചിട്ടില്ല. പക്ഷേ ഈ പി സൈനാഥ് പല നമ്മൾ കർഷകരുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പം അതായത് ഈ TV ഇൻ്റർവ്യൂവിലും മറ്റുമൊക്കെ വരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇനിയൊരു ബുക്കുണ്ടെന്ന് അറിയാപ്പോൾ കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ്, പി സൈനാഥിൻ്റെ എവരിബഡി ലവ്സ് എ ഗുഡ് ഡ്രൗട്ട്. അപ്പോൾ ഈ ബുക്ക് ഇപ്പം ഞാൻ കാണിച്ച 5 ബുക്കുകളും 499 രൂപയാണ് വില. അപ്പം ഒരെണ്ണം ഫ്രീ ആണ് ഇതിനകത്ത്. അടുത്തതെന്ന് പറയുന്നത് അടുത്തത് ഇതേപോലെ തന്നെ മറ്റൊരു 5 ബുക്കാണ്. ഈ അടുത്ത കാണിക്കാൻ പോകുന്ന 5 ബുക്കിൻ്റെയും വില എന്ന് പറയുന്നത് 150 രൂപയാണ്. അതിൽ ഒരെണ്ണം 160 രൂപയാണ്. അതായത് 150 രൂപയുടെ 4 ബുക്കും 160 രൂപയുടെ ഒരു ബുക്കും. അപ്പോൾ ആദ്യം 150ൻ്റെ 4 ബുക്കുകൾ കാണിക്കണം. അപ്പോൾ 5 ബുക്ക് എടുക്കുമ്പോൾ അതിൽ ഏതിലാണോ ഏറ്റവും വിലക്കുറവ് അതാണ് ഫ്രീ കിട്ടുന്നത്. അപ്പോൾ ഞാനിങ്ങനെ 150ൻ്റെ നല്ലൊരു ബുക്ക് ഞാൻ വേറെ തപ്പി പോയപ്പോൾ ഇല്ലാത്തതുകൊണ്ട് 160ൻ്റെ ഒരു ബുക്ക് എടുത്തു. അടുത്ത ആദ്യത്തെ ബുക്ക് എന്ന് പറയുന്നത് സത്യജിത് റേ എഴുതിയ കാഠ്മണ്ഡുവിലെ കുറ്റവാളികൾ. അപ്പോൾ സത്യജിത് റായ് എന്ന് പറയുന്നത് അറിയാലോ, ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു ഫിലിം മേക്കറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഡിറ്റക്റ്റീവ് ഫിക്ഷനാണ് ഇത്. കുറേ പുസ്തകങ്ങൾ മറ്റേ DC ബുക്സിൻ്റെ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതവിടെ ഇരുന്നു. 2 ബുക്ക് മാത്രമേ ഞാൻ കണ്ടുള്ളൂ, 2 ഞാൻ എടുത്തു. അപ്പോൾ അതിലൊരു ബുക്കാണ് ഇത്, സത്യജിത് റായുടെ ഫെലൂഡ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഡിറ്റക്റ്റീവിൻ്റെ പേര്. അപ്പോൾ ഫെലൂഡ ക്രൈം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന സീരീസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു സീരീസ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ബുക്കാണ് കാഠ്മണ്ഡുവിലെ കുറ്റവാളികൾ, സത്യജിത് റേ. ബ്ലർബ് വായിക്കാം. കൽക്കട്ടയിലെ ഒരു ഹോട്ടലിൽ നടക്കുന്ന കൊലപാതകത്തെ തുടർന്ന് ഫെലൂദയും സുഹൃത്തുക്കളും കാഠ്മണ്ഡുവിലേക്ക് യാത്ര തിരിക്കുന്നു. അവരെ കാത്തിരിക്കുന്ന പഴയ എതിരാളികളായ മകൻലാൽ മേഘ്രാജ് ആയിരുന്നു. പിന്നീട് അതിസാഹസികമായ സംഭവങ്ങളുടെ തുടർച്ചയാണ് സ്വയംഭൂനാഥിലെ സംഭവം, പ്രയർ വീൽ ഫാക്ടറിയിലെ ഒളിയാക്രമണം, കാസിനോവയിലെ അവിസ്മരണീയമായ സംഭവങ്ങൾ തുടങ്ങി അവസാനം മയക്കുമരുന്ന് ഉൾപ്പെടുന്ന അന്താരാഷ്ട്ര റാക്കറ്റിനെ ഫെലൂദയും കൂട്ടരും കീഴ്പ്പെടുത്തി കൊലപാതകം തെളിയിക്കുന്നു. വിവർത്തനം ചെയ്തിട്ട് രവി പാലൂർ കൊൽക്കത്തയാണ് വിവർത്തനം ചെയ്തിട്ടുള്ളത് സത്യജിത് റായുടെ കുറ്റവാളികൾ. അപ്പോൾ ഇതേ ഫെലൂദ സീരീസിലെ മറ്റൊരു ബുക്കാണ് അടുത്തത്. അതെന്ന് പറയുന്നത് ചക്രവർത്തിയുടെ മോതിരം എന്നാണ് ഈ ബുക്കിൻ്റെ പേര്. ചക്രവർത്തിയുടെ മോതിരം എഴുതിയിട്ടുള്ളത് സത്യജിത് റായ്. ബ്ലർബ് വായിക്കാം. ചക്രവർത്തിയുടെ മോതിരം. കുറ്റാന്വേഷകനായ ഫെലൂദയും അദ്ദേഹത്തിൻ്റെ സഹായിയും സുഹൃത്തുമായ തോപ്സേയെയും അവതരിപ്പിക്കുന്ന ആദ്യ നോവൽ. ഫെലൂദയും തോപ്സേയും ലക്നൌവിൽ അവധിക്കാലം ആഘോഷിക്കാനെത്തുന്നു. അവിടെ വെച്ച് ഒരു അമൂല്യമായ മോതിരം മോഷ്ടിക്കപ്പെടുന്നു. ഫെലൂദ കേസ് അന്വേഷിക്കാൻ തുടങ്ങുകയും ഒരു വഞ്ചകനായ കുറ്റവാളിയെ കണ്ടെത്തുകയും ചെയ്യുന്നു. വിവർത്തനം ചെയ്തിട്ട് ലീല സർക്കാരിന് വിവർത്തനം ചെയ്തിട്ടുള്ളത് ഇതാണ് ഫെലൂദ സീരീസിലെ ആദ്യത്തെ ബുക്ക്. അതായത് ഫെലൂദയെയും അദ്ദേഹത്തിൻ്റെ അതായത് നമ്മുടെ ഷെർലക് ഹോംസ് വാട്സൺ എന്ന് പറയുന്ന പോലെ ഫെലൂദയും തോപ്സേ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സഹായി, അങ്ങനെ അവർ രണ്ടുപേരെ അവതരിപ്പിക്കുന്ന ഫസ്റ്റ് ബുക്ക് ഇതാണ്, ചക്രവർത്തിയുടെ മോതിരം. ആ സീരീസ് വരുന്ന മറ്റൊരു ബുക്കാണ് ഞാൻ ആദ്യം കാണിച്ചത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇതൊരു കുറ്റാന്വേഷണമാണ് എന്ന ഇതിലെടുത്താണ് GR എന്തുവോമൻ്റെ അമ്പിളിമോൾ തിരോധാനം. അപ്പം GR എന്തുവോമൻ ഡിക്റ്റേറ്റീവ് പ്രഭാകരൻ എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ഓഫ് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഡിക്റ്റേറ്റീവ് പ്രഭാകരൻ എന്ന് പറഞ്ഞിട്ട് ഒരു 3 ബുക്കിൻ്റെ സീരീസ് ഒറ്റ ബുക്കായിട്ട് ഇറങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ പിന്നെ അതുകൂടാതെ അദ്ദേഹം ചെറിയ നോവലുകൾ പ്രഭാകരനെ വെച്ച് എഴുതുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് അതേ സീരീസ് വരുന്ന മറ്റൊരു ഡിക്റ്റേറ്റീവ്, അതായത് ഡിക്റ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ അമേച്ചർ ഡിക്റ്റേറ്റീവാണ് പ്രഭാകരൻ എന്ന് പറയുന്ന ആൾ. അപ്പോൾ അതിനെ പറ്റിയുള്ള അദ്ദേഹമാണ് ഇതിൻ്റെ കഥാനായകൻ എന്നാണ് ബ്ലർബ് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. അതുകൊണ്ട് എടുത്തതാണ്. കുറ്റാന്വേഷണമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബ്ലർബ് വായിക്കാം. 2003 വയനാട്. സന്ധ്യനേരം. വീടിന് പുറത്ത് കളിക്കാനിറങ്ങിയ 3 വയസ്സുള്ള ഇരട്ട പെൺകുട്ടികളിൽ ഒരാൾ പൊടുന്നനെ അപ്രത്യക്ഷയാകുന്നു. അവശേഷിച്ച പെൺകുട്ടി 20 വർഷത്തിന് ശേഷം പഠിച്ചു വക്കീലായി. തൻ്റെ സഹോദരിയെ
പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് സ്റ്റേറ്റിനോട് ആവശ്യപ്പെട്ട് ഹെബിയസ് കോർപ്പസ് ഫയൽ ചെയ്യുന്നു. ഈ കേസിൽ തിരുവനന്തപുരത്ത് ഒരാൾ പ്രതി ചേർക്കപ്പെടുന്നു. ഇയാളുടെ പങ്കിനെക്കുറിച്ച് സംശയമുള്ള പോലീസ് ഇയാൾക്ക് ചില ആനുകൂല്യങ്ങൾ നൽകുന്നു. നീ പ്രതി മാത്രമല്ല, അന്വേഷകൻ കൂടിയാണ്, തെളിയിച്ച് ഇതിൽ നിന്ന് ഊരാം. അങ്ങനെ നിവൃത്തികേടിൽ ഒരേ സമയം അന്വേഷകനും പ്രതിയുമായി പോലീസ് സംഘത്തിനൊപ്പം യാത്രയാകുന്ന പ്രഭ എന്ന സാധാരണക്കാരൻ്റെ കഥയാണിത്. ഒടുവിൽ പ്രതി ആരെന്ന് കണ്ടെത്തുമ്പോഴേക്ക് പ്രഭ ഞെട്ടിപ്പോകുന്നു. ഒരിക്കലും പ്രതി ചേർത്ത് കേസ് തെളിയിക്കാൻ പറ്റാത്തൊരാൾ. കേസ് തെളിയിക്കാൻ പ്രഭയ്ക്കാകുമോ? ഉദ്വേഗ മുനയിൽ യാത്ര ചെയ്യുന്ന ഒരു നോവൽ മാത്രമല്ല ഇത്, നിസ്സഹായനായ ഒരു മനുഷ്യൻ്റെ ജീവിതാവസ്ഥ കൂടിയാണ്. GR ഇന്ദുഗോപൻ്റെ ഏറ്റവും പുതിയ രചന. അപ്പോൾ ഡിറ്റക്റ്റീവ്, അമേച്ചർ ഡിറ്റക്റ്റീവ് കാറ്റഗറിപ്പെടുന്ന ഒരു നോവലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. GR ഇന്ദുഗോപൻ, അമ്പിളിമോൾ തിരോധാനം. അടുത്തത് എല്ലാവർക്കും അറിയാവുന്ന ബുക്കാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു പുസ്തകമാണ്. ഭയങ്കര ഫേമസ്, ഭയങ്കര എന്താ പറയുക, വൈറൽ ആയ ബുക്കാണ് ഒരിക്കൽ എന്ന എൻ മോഹൻ്റെ ബുക്ക്. 47-ാം പതിപ്പ്. ഇങ്ങനെ ഒരുപാട് വർഷം മുമ്പ് ഇറങ്ങിയ ബുക്കാണ്, പക്ഷേ ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഭയങ്കര പീക്കിലെത്തി. ബ്ലർബ് വായിക്കാം. സ്ത്രീ പുരുഷ യൗവനങ്ങളുടെ തീവ്ര വികാര ബന്ധങ്ങൾ സൃഷ്ടിക്കുന്ന സൗന്ദര്യ സുഗന്ധ സ്വർഗീയതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പൊടുന്നതിനെ ഒരു ദിവസം യാത്ര പറയുകയും പോലും ചെയ്യാതെ കടന്നുപോയ ജീവിതത്തിലേറെ സ്വാധീനിച്ച സ്ത്രീയെക്കുറിച്ച് എൻ മോഹൻ എഴുതിയ ആത്മകഥാപരമായ നോവൽ. ഹൃദയ ദ്രവീകരണക്ഷമമായ ഭാഷയിൽ എഴുതപ്പെട്ട വികാരദർഭരമായ രചന. എന്നെ സ്നേഹം പഠിപ്പിച്ച, സ്നേഹം കൊണ്ട് പരിചരിച്ച പണ്ടത്തെ പെൺകുട്ടി, നിനക്കെന്നും നല്ലത് വരട്ടെ. ഒരിക്കൽ എൻ മോഹനൻ. അറിയാലോ, ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. അടുത്തത് മറ്റൊരു പുസ്തകമാണ് ഭ്രാന്തന് സ്തുതി, പ്രൊഫസർ TJ ജോസഫ്. അപ്പോൾ TJ ജോസഫ് ഇതിനു മുമ്പ് അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന് പറഞ്ഞിട്ട് ഒരു ആത്മകഥ എഴുതിയായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം, ഇദ്ദേഹത്തിൻ്റെ കൈ കെട്ടിയ വ്യക്തിയാണ്, കുറച്ച് ആൾക്കാർ ചേർന്നിട്ട്. അപ്പോൾ ഭ്രാന്തന് സ്തുതി എന്നാണ്, അറ്റുപോകാത്ത ഓർമ്മകളാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആത്മകഥയുടെ പേര്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് അത് എഴുതിയാണ് ഭ്രാന്തന് സ്തുതി എന്നുള്ളത്. അപ്പം എൻ്റെ അറ്റുപോകാത്ത ഓർമ്മകൾ എൻ്റെ ഇരിപ്പുണ്ട്, വായിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ്. ഉചിതമായ ചിഹ്നങ്ങൾ ചേർക്കുക എന്ന ചോദ്യം തയ്യാറാക്കുന്നതിന് ഉപയോഗിച്ച PT കുഞ്ഞുമുഹമ്മദിൻ്റെ ലേഖനത്തിലെ പിന്നീട് വിഖ്യാതനായ ആ ഭ്രാന്തനില്ലായിരുന്നുവെങ്കിൽ വൈവിധ്യാത്മകമായ ശിഷ്ടജീവിതം തനിക്കുണ്ടാവില്ലായിരുന്നല്ലോ എന്ന അഗാധമായ ജീവിതാവബോധത്തോടെ പ്രൊഫസർ TJ ജോസഫ് എഴുതിയ ആത്മകഥാപരമായ കുറിപ്പുകളുടെ സമാഹാരം. അനന്യമായ ആഖ്യാന ചാരുതര കൊണ്ട് വിസ്മയിപ്പിച്ച അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന ആത്മകഥയ്ക്ക് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് കൂടി അദ്ദേഹം ഈ പുസ്തകത്തിൽ ഓർക്കുന്നു. അപ്പം ലേഖനങ്ങളുടെ ആത്മകഥാപരമായിട്ട് ലേഖനങ്ങളുടെ സമാഹാരമാണ്. ഭ്രാന്തന് സ്തുതി എന്നാണ് ബുക്കിൻ്റെ പേര്. ഇതിൻ്റെ അറ്റുപോകാത്ത ഓർമ്മകൾ എൻ്റെ കയ്യിലുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇത് എടുത്തു വെച്ചാണ്. അപ്പം ഇപ്പോൾ ഞാൻ കാണിച്ച 5 മലയാളം പുസ്തകങ്ങളുടെയും വില എന്ന് പറയുന്നത് 150 രൂപയും, ഇതിൻ്റെ വില 4 പുസ്തകങ്ങളുടെ വില 150ഉം ഈ പുസ്തകത്തിൻ്റെ വില 160. അങ്ങനെ 150 രൂപയുടെ ഒരു ബുക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടിയത്. അടുത്തതെന്ന് പറയുന്നത് ഞാൻ ഞാൻ 2 ബുക്കുകളും കൂടെ എക്സ്ട്രാ എടുത്തു. അത് രണ്ടും 10% ഡിസ്കൗണ്ടിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതാണ് അവിടുത്തെ ഒരു ഓഫർ. 10% അവർ തരുന്നുള്ളൂ പുതിയ ബുക്കുകൾക്ക്. അപ്പം ഓറിയന്റലിസം എന്നാണ് ബുക്കിൻ്റെ പേര്. ഇത് ഞാൻ ഒരുപാട് നാളായിട്ട് തപ്പി നടന്നെയാണ് വായിക്കുന്നത്. വെസ്റ്റേൺ കോൺസെപ്ഷൻസ് ഓഫ് ദ ഓറിയന്റ് എന്ന് പറയുന്ന സബ്ജക്റ്റിലോട്ട് വരുന്നതാണ്. എഡ്വേർഡ് W. സെയ്ദ് എന്നാണ് ഈ ബുക്ക് എഴുതിയ ആളുടെ പേര്. ഇപ്പോൾ ഇദ്ദേഹം ഒരു അമേരിക്കൻ ആയിട്ടുള്ള, അതായത് എനിക്ക് ഈജിപ്ഷ്യനാണെന്ന് അതായത് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം അമേരിക്കൻ സിറ്റിസൺ ആണ്, അമേരിക്കയിലോട്ട് മാറി. അപ്പോൾ അദ്ദേഹത്തും ഒരു ഫിലോസഫർ കൂടിയാണ്. അപ്പം ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നും അമേരിക്കൻ സിറ്റിസൺഷിപ്പ് എടുത്ത് അമേരിക്കയിലോട്ട് മാറിയ ആളാണ് എഡ്വേർഡ് സെയ്ദ്. അപ്പോൾ അദ്ദേഹം അവിടെ ഒരു ഫിലോസഫറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിദ്ധാന്തമാണ് ഓറിയന്റലിസം. അതായത് എങ്ങനെയാണ് മിഡിൽ ഈസ്റ്റിലുള്ള ആൾക്കാരെ വെസ്റ്റേണേഴ്സ് കാണുന്നത് എന്നുള്ള ഇത്. അപ്പോൾ നമുക്കറിയാം, നമ്മളെ ഇന്ത്യക്കാരെ പറ്റിയും വെസ്റ്റേണേഴ്സിന് വളരെ മോശം അഭിപ്രായമാണ്. പക്ഷേ ഈ സിനിമയിലും മറ്റുമൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ്, അപ്പം വസ്ത്രധാരണമായാലും അവരുടെ രീതികളാണെങ്കിലും വെസ്റ്റേൺ സിനിമകളിലും മറ്റുമൊക്കെ വൈറ്റ് ആയിട്ടുള്ള ആൾക്കാർ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അവരുടെ അതായത് എങ്ങനെയാണ് മിഡിൽ ഈസ്റ്റിലുള്ള ആൾക്കാരെ വെസ്റ്റേണേഴ്സ് കാണുന്നത്, അപ്പോൾ അതിന് അദ്ദേഹം ഇട്ടിരിക്കുന്ന പേരാണ് ഓറിയന്റലിസം. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ബുക്കാണിത്, ഓറിയന്റലിസം. അപ്പോൾ അത് ഫിലോസഫിക്കൽ ബുക്കാണ്. ഫിലോസഫിക്കലും പിന്നെ ഈ പ്രാക്ടിക്കൽ വിസ്ഡം എന്നുള്ളത്. അടുത്തതെന്ന് പറയുന്നത് ഞാൻ മറ്റൊരു പുസ്തകമാണ്, എനിക്ക് വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ബുക്കാണ്. ദ സോങ് ഓഫ് ദ സെൽ, ആൻ എക്സ്പ്ലോറേഷൻ ഓഫ് മെഡിസിൻ ആൻഡ് ദ ന്യൂ ഹ്യൂമൻ
എഴുതിയിട്ടുള്ള സിദ്ധാർത്ഥ മുഖർജി. സിദ്ധാർത്ഥ മുഖർജിയുടെ മൂന്നാമത്തെ ബുക്കാണ് ഇത്. ഇതെന്ന് പറയുന്നത് സെൽസ്, നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങളെ പറ്റിയുള്ള പുസ്തകമാണ്. ഇതിന് മുമ്പ് അദ്ദേഹം 2 ബുക്ക് എഴുതിയിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് എംബറർ ഓഫ് ഓൾ മെലഡീസ്, അതെന്ന് പറയുന്നത് ക്യാൻസറിനെ പറ്റിയുള്ള ബുക്കാണ്. ക്യാൻസർ എങ്ങനെയാണ്, ക്യാൻസർ ചികിത്സിക്കുന്നത് എങ്ങനെയാണ്, ക്യാൻസർ ചികിത്സിക്കാൻ ആരൊക്കെയാണ് എന്താ പറയുന്നത് അതിനെ പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ളത്, ക്യാൻസർ എന്നാണ് ആദ്യമായിട്ട് മനുഷ്യർ ക്യാൻസർ കണ്ടുപിടിച്ചത്, അങ്ങനെയെങ്കിൽ ക്യാൻസറിൻ്റെ ആദ്യത്തെ ഹിസ്റ്ററി എന്താണ് എന്നൊക്കെയുള്ള ഒരു എംബറർ ഓഫ് ഓൾ മെലഡീസ് എന്ന് പറയുന്നൊരു ബുക്ക് എഴുതി. ക്യാൻസർ ആണ് അതിൻ്റെ ടോപ്പിക്ക്. അതിനുശേഷം രണ്ടാമതൊരു ദ ജീൻ എന്ന് പറയുന്നൊരു ബുക്ക് എഴുതി. അതെന്ന് പറയുന്നത് ജെനറ്റിക്സ്, അതായത് നമ്മുടെ ശരീരത്തിനകത്തുള്ള നമ്മളുടെ സ്വഭാവവും നമ്മളുടെ ശരീരം എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറയുന്ന ജീൻസ്, അതായത് അച്ഛനും അമ്മയിൽ നിന്ന് കിട്ടുന്ന ജീൻസ് വഴിയാണ് നമ്മളുടെ എല്ലാ എക്സ്പ്രഷനും നമ്മളുടെ എങ്ങനെ ഇരിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ജീനുകളാണ്. അപ്പോൾ ആ ജീൻസിനെ പറ്റി അതേ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ജെനറ്റിക്സ്, ജീൻസ്, ആ ടോപ്പിക്കിൽ. അത് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല. ആദ്യത്തെ ബുക്ക് വളരെ നല്ല ബുക്കാണ്, ഞാൻ വായിച്ചതാണ്. അത് വായിച്ചെനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ ദ ജീൻ എന്നുള്ള ബുക്ക് വാങ്ങിച്ചത്. അപ്പോൾ സിദ്ധാർത്ഥ മുഖർജിയുടെ മൂന്നാമത്തെ ബുക്കാണ് ദ സോങ്സ് ഓഫ് ദ സെൽസിനെ പറ്റിയുള്ള പുസ്തകമാണ്. അപ്പോൾ എനിക്ക് ഈ ടോപ്പിക്സ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അതെല്ലാം വാങ്ങി വെച്ച് ഇനി ഓരോന്നോരോന്നായിട്ട് വായിക്കണം. അപ്പോൾ ഇത്രയും പുസ്തകങ്ങളാണ് നമ്മൾ പുതിയ ബുക്ക് കാറ്റഗറിയിൽ വാങ്ങിയത്. അടുത്തായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്ന എല്ലാ പുസ്തകങ്ങളും പഴയ പുസ്തകങ്ങളാണ്. അത് 50% ഡിസ്കൗണ്ടിലാണ് വാങ്ങിയിട്ടുള്ളത്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ 1000 രൂപയ്ക്ക് മുകളിൽ വാങ്ങി. അപ്പോൾ അതുകൊണ്ട് എല്ലാ പുസ്തകങ്ങളും 50% ഡിസ്കൗണ്ടാണ്. അപ്പോൾ അതിൽ ആദ്യം ഞാൻ മലയാളം പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ആദ്യത്തെ ബുക്ക് എന്ന് പറയുന്നത് മുറിനാവ് എന്നുള്ള ബുക്കാണ്. ഇത് മനോജ് കൂറൂർ എഴുതിയ ഒരു നോവലാണ് മുറിനാവ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് മനോജ് കൂവൂർ. അദ്ദേഹം ഒരുപാട് പ്രഭാഷണങ്ങളും അതും ഇതൊക്കെ നടത്താറുണ്ട്. അപ്പം പിന്നെ ഈ പുസ്തകം വളരെയധികം ക്രിട്ടിക്കൽ പ്രശംസ കിട്ടിയിട്ടുള്ള പുസ്തകമാണ്. ഇനി അവാർഡ് വല്ലതും കിട്ടിയിട്ടുണ്ടോ എനിക്കറിയില്ല. വളരെയധികം ക്രിട്ടിക്കൽ പ്രശംസ കിട്ടിയിട്ടുള്ള ബുക്കാണ്. എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബുക്കാണ്. സോ ബ്ലർബ് വായിക്കാം. ബ്ലർബ് CJ ജോർജ് ആണ് ബ്ലർബ് എഴുതിയിട്ടുള്ളത്. CJ ജോർജ് എന്നുള്ള വ്യക്തിയാണ് ബ്ലർബ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് വായിക്കാം. നാടിൻ്റെ സാംസ്കാരിക ബന്ധങ്ങളിൽ മറഞ്ഞു നിൽക്കുന്ന മറവിയിൽ പെട്ടുപോയ, വലിയ ശബ്ദങ്ങളിൽ കേൾക്കാതെ പോയ, ചെറിയ ഒച്ചകളുടെ നിരവധിയായ ഇഴകളെ ആവാഹിക്കുന്ന അതീത കാലത്തിലേക്കുള്ള സഞ്ചാരമാണ് മുറിനാവ് നോവലിലൂടെ നടക്കുന്നത്. വർത്തമാനവും സമീപസ്ഥ ചരിത്രവും തള്ളി മലയാള സാഹിത്യ ഭാഷാകാലം തള്ളി കുറേ പിന്നോട്ട് പോകുന്നുണ്ട് ഇവിടെ. 8-ാം നൂറ്റാണ്ടിലും 12-ാം നൂറ്റാണ്ടിലുമായി ജീവിച്ച 2 മനുഷ്യരുടെ കുമരൻ്റെയും അലങ്കാരൻ്റെയും കഥകൾ മെടഞ്ഞു ചേർക്കുന്നതിനിടയിൽ നമ്മുടെ ചരിത്രം അഴപ്പെടുകയും വിശദമാക്കപ്പെടുകയും ചെയ്യുന്നു. അവളൂർ, അതാണ് ഈ ചരിത്രത്തിലെ ഇഴകൾ സന്ധിക്കുന്ന ഇടം. ആട്ടിപ്പായിക്കപ്പെട്ടവരുടെ, ഒളിച്ചു പോന്നവരുടെ, തള്ളപ്പെട്ടവരുടെ, മൂകരാക്കപ്പെട്ടവരുടെ അഭയകേന്ദ്രം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നൂറ്റാണ്ടുകളായി പടർന്നു ബന്ധപ്പെട്ട ചിന്താധാരകളും മതങ്ങളും ആചാരധാരകളും കഥകളും ഭാഷകളും ഒലിച്ചെത്തിക്കലരുന്ന ഒരിടം. അവിടെ നടക്കുന്ന കലമ്പലുകളെ പിന്തുടർന്ന് കല്യാണിയിലേക്കും തമിഴകത്തിലേക്കും ലങ്കയിലേക്കും മലനാട്ടിലേക്കും ഒക്കെ വികസിക്കുന്ന ഒരു ഭൂമിശാസ്ത്രമുണ്ട് മുറിനാവിന്. നാം അറിയുന്ന സാംസ്കാരിക ദേശത്തിൻ്റെ അബോധ കരുക്കളിലേക്ക് സഞ്ചരിച്ച് അതിനെ ശിഥിലമാക്കുന്ന എഴുത്താണിത്. തത്വചിന്താപരമായ ശ്രദ്ധയോടെ ജീവിത വിനിമയങ്ങളെ പിന്തുടരുന്നത് വഴി നമ്മുടെ സാഹിത്യ ചരിത്രവും പൊതുവെ കാണിച്ചു തരുന്നതിനപ്പുറത്ത് നിഴലത്തായ ഒരു കാലത്തെയും ലോകത്തെയും മുറിനാവ് വെളിപ്പെടുത്തുന്നു. സോ ഇതൊരു ഹിസ്റ്റോറിക്കൽ ഫിക്ഷനാണ്. 8-ാം നൂറ്റാണ്ട് തൊട്ട് 12-ാം നൂറ്റാണ്ട് വരെ നടക്കുന്ന ഒരു കഥയാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇതൊരു ഹിസ്റ്റോറിക്കൽ ഫിക്ഷനായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ള. അവളൂർ എന്നാണ് ഈ ബുക്കിലെ മെയിൻ കഥ നടക്കുന്ന സ്ഥലത്തിൻ്റെ പേര്, അവളൂർ. അപ്പം അവളൂറിനെ ബേസ് ചെയ്ത് 12-ാം നൂറ്റാണ്ട് 8-ാം നൂറ്റാണ്ട് സമയത്ത് നടന്നിട്ടുള്ള കഥയാണ് മുറിനാവ്. ഞാൻ വായിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിനെപ്പറ്റി സ്വാഭാവികമായിട്ട് ഞാൻ വായിച്ചിട്ടില്ല, അതുകൊണ്ട് കഥ പറയാൻ പറ്റത്തില്ല. എനിക്കറിയില്ല കൃത്യമായിട്ട് എന്താണ്. അടുത്തത് പമ്മൻ്റെ ഭ്രാന്താണ്. ഇത് വളരെ ഫേമസ് ആയിട്ടൊരു ബുക്കാണ്. അപ്പോൾ ഈ ബുക്ക് ഒരു ഇറോട്ടിക് പുസ്തകമായിട്ടാണ് അറിയപ്പെടുന്നത്. പമ്മൻ പൊതുവെ ഒരു ഇറോട്ടിക് റൈറ്ററായിട്ടും പറയപ്പെടുന്നത്. ഞാനൊന്നും വായിച്ചിട്ടില്ല പമ്മൻ്റെ, അതുകൊണ്ട് എനിക്കിത് എന്തുമാത്രം സത്യമാണെന്ന് അറിയില്ല. പിന്നെ മാത്രമല്ല, ഇത് ഒരുപാട് വർഷം മുമ്പ് എഴുതപ്പെട്ട ഇറോട്ടിക്കാണ്. അപ്പോൾ നമുക്കറിയത്തില്ല ഇത് വായിച്ചിട്ട് ഇതിനകത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും എക്സൈറ്റ്മെൻറ്റ് വരാനുണ്ടോയെന്ന്. കാരണം ഇന്നിപ്പം അറിയാലോ, സോഷ്യൽ മീഡിയയും ഇൻ്റർനെറ്റും ഒക്കെ വന്നതിന് ശേഷം ഈ ഇറോട്ടിക് വായിച്ച് ഇറോട്ടിക് ആവാനുള്ള എന്തെങ്കിലും പ്രത്യേകത എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് ഐ ഡൗട്ട്. ബട്ട് ഇത് ഞാൻ ഇത് വാങ്ങാൻ കാരണം എന്ന് വെച്ചാൽ, ഈ ഭ്രാന്ത് എന്നുള്ള ബുക്ക് ഞാൻ ഇങ്ങനെ പോട്ടെ തട്ടിക്കളഞ്ഞിരുന്നതാണ് പമ്മനെ. അപ്പോഴാണ് ഈ ഭ്രാന്ത് എന്നുള്ള ബുക്ക് ബേസിക്കലി പമ്മൻ എഴുതിയത് മാധവിക്കുട്ടിയുടെ ജീവിതത്തെ ബേസ് ചെയ്തെന്നാണെന്നൊരു കിംവദന്തി ഞാൻ എവിടെയോ കേട്ടു. അപ്പോൾ ഞാൻ ഓർത്തു, അങ്ങനെയാണോ, എന്നാൽ പിന്നെ ഒന്ന്
ഒന്ന് വായിച്ചോളാം. മാധവക്കുട്ടി ഒന്ന് ആക്ഷേപിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒന്ന് കളിയാക്കാൻ വേണ്ടി പമ്മൻ എഴുതിയ ബുക്കാണിത് എന്നാണ് ഞാനൊരു കിംവദന്തി കേട്ടു. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ഒന്ന് വായിച്ചോളാം എങ്ങനെയാണ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ട ആകാംക്ഷ. അപ്പം ഇതിന് സബ്ടൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു സ്ത്രീയുടെ ഭ്രാന്തകാമനകളുടെ കഥ എന്നും വിവാദങ്ങൾ ഉയർത്തിയ രതിയുടെ ക്ലാസിക് 8ാം പതിപ്പ് പമ്മൻ്റെ ഭ്രാന്ത്. ബ്ലർബ് വായിക്കാം. പ്രസിദ്ധമായ മേലേപ്പാട്ട് തറവാട്ടിലെ വിരസമായ ബാല്യവും കൗമാരവും യൗവനത്തിലേക്ക് കാൽകുത്തിയപ്പോഴത്തെ വന്നണഞ്ഞ അമ്മാവൻ്റെ മകനായ അപ്പുവിൻ്റെ ഭാര്യാപദം. പക്ഷേ പണത്തിനു വേണ്ടിയുള്ള പാച്ചിലിനിടയിൽ കാമശാന്തിക്കൊരു ഉപകരണം അതുമാത്രമാണ് താൻ അയാൾക്കെന്ന് അമ്മുക്കുട്ടി തിരിച്ചറിഞ്ഞു. ആത്മാവിൻ്റെ ഏകാന്തതയിൽ അമ്മുവിന് തുണയായത് മനസ്സിലുണരുന്ന കഥയും കവിതയും മാത്രമായിരുന്നു. അത് ലോകമറിഞ്ഞതോടെ അവൾ ഒരു പ്രസിദ്ധ എഴുത്തുകാരിയായി മാറി. തൻ്റെ നെഞ്ചിലെ അശാന്തികളെ തലോടി അമർത്താൻ അവൾ പല പുരുഷന്മാരെയും മനസ്സിലേക്ക് ശരീരത്തിലേക്ക് ആവാഹിച്ചു. പക്ഷേ ആ ബന്ധങ്ങളൊന്നും ആഗ്രഹിച്ച ശാന്തി നൽകാതെ അവളെ ഭ്രാന്തിലേക്കാണ് നയിച്ചത്. മലയാളത്തിലെ ഹരോൾഡ് റോബിൻസ് ആയ പമ്മൻ്റെ അതിപ്രശസ്തമായ രചന. മലയാളത്തിലെ ഹരോൾഡ് റോബിൻസിൻ്റെ രചനയാണ്. അപ്പം ഇതിങ്ങനെ ഞാനൊരു സംഭവം കേട്ടതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് എനിക്ക് ഈ നോവലിനോട് പ്രത്യേക ഇത് വായിക്കണമെന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എടുത്തിയാണ് ഭ്രാന്ത്. അടുത്തത് ഒരു ബുക്കിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ്. ഇംഗ്ലീഷ് ബുക്കിൻ്റെ മലയാളം ട്രാൻസ്ലേഷനാണ്. ദൈവത്തിൻ്റെ 11ാം കൽപ്പന, എബ്രഹാം വർഗീസ്. കട്ടിംഗ് ഫോർ സ്റ്റോൺസ് എന്നാണ് ഇംഗ്ലീഷ് ടൈറ്റിൽ. കട്ടിംഗ് ഫോർ സ്റ്റോൺസ് എന്ന് പറയുന്ന എബ്രഹാം വർഗീസിൻ്റെ ബുക്കിൻ്റെ മലയാളം ട്രാൻസ്ലേഷനാണ്. മലയാളം ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ 11ാം കൽപ്പന എന്നാണ്. അപ്പം ഇത് ഇപ്പോൾ കവനൻ്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഇപ്പം പീക്ക് ഹൈപ്പിലിരിക്കുകയാണ് നമ്മളുടെ എബ്രഹാം വർഗീസിൻ്റെ. അപ്പോൾ അത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കവനൻ്റ് ഓഫ് വാട്ടർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഇംഗ്ലീഷ്, പക്ഷേ വില നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് പുതിയ പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഞാൻ എടുത്തില്ല. കവനൻ്റ് ഓഫ് വാട്ടർ കുറേ നാളായിട്ട് പീക്ക് ഹൈപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്ന ബുക്കാണ്. അപ്പോൾ ഞാൻ ഓർത്ത് അതൊന്ന് വായിക്കണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ അതേ എഴുത്തുകാരൻ്റെ ഒരു ബുക്കാണ് ഇത്, കട്ടിംഗ് ഫോർ സ്റ്റോൺസ്. അതിന് ഇംഗ്ലീഷ് ബുക്കും പുതിയ പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ ഇരിപ്പുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ പറഞ്ഞു വിലയുടെ ഇതുകൊണ്ട്. അപ്പോഴാണ് ഈ 50% ഡിസ്കൗണ്ട് സെക്ഷനിൽ ഇതിരിക്കുന്നത്. ഏതാ ദൈവത്തിൻ്റെ 11ാം കൽപ്പന എന്ന് പറഞ്ഞ് കട്ടിംഗ് ഫോർ സ്റ്റോൺസിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ. അപ്പോൾ ഞാൻ ഓർത്ത് ഇതെടുക്കാം. ബ്ലഡ് വായിക്കാം. ഇന്ത്യൻ വംശജനായ സിസ്റ്റർ മേരി ജോസഫ് പേയ്സിൻ്റെയും ബ്രിട്ടീഷ് ശസ്ത്രക്രിയ വിദഗ്ധനായ ഡോക്ടർ തോമസ് സ്റ്റോണിൻ്റെയും ഇരട്ടക്കുട്ടികളായി ജനിച്ച മരിയൻ ശിവ എന്നിവരുടെ കഥ. ഈ ഇരട്ട സഹോദരങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന കഥയ്ക്ക് എത്യോപ്യയിലെ വിപ്ലവങ്ങളുടെയും ആഭ്യന്തര അട്ടിമറികളുടെയും കാലഘട്ടം പശ്ചാത്തലമൊരുങ്ങുന്നു. ശിവ മരിയമാരുടെ പിതാവ് തോമസ് സ്റ്റോൺ എന്നിരിക്കലും അവരുടെ ജനനത്തിൻ്റെ നിഗൂഢത വായനക്കാരിൽ ഉദ്വേഗമുണർത്തുന്നു. ആഡിസ് അബാബയും ന്യൂയോർക്കും പശ്ചാത്തലമാവുന്ന നോവലിൽ ഇഴപിരിയാൻ പറ്റാത്ത സഹോദരങ്ങളുടെ ജീവിതത്തിലെ സ്നേഹവും വഞ്ചനയും അവർ എത്തിപ്പെടുന്ന വൈദ്യശാസ്ത്ര ലോകത്തെ സംഭവങ്ങളും വളരെ തന്മയത്തോടെ അവതരിപ്പിക്കുന്നു. വിവർത്തനം ചെയ്തിട്ടുള്ളത് പി അനിൽകുമാറാണ് വിവർത്തനം ചെയ്തിട്ടുള്ളത്. എബ്രഹാം വർഗീസിൻ്റെ കട്ടിംഗ് ഫോർ സ്റ്റോൺസ്, മലയാളം ടൈറ്റിൽ ദൈവത്തിൻ്റെ 11ാം കൽപ്പന. സോ എത്യോപ്യയെ ബേസ് ചെയ്തിട്ടാണ് ഇത്. എത്യോപ്യയിൽ ജനിച്ചു വളരുന്ന എന്താ പറയുക ഇന്ത്യൻ വംശജയും ബ്രിട്ടീഷ് വംശജനുമായിട്ടുള്ള രണ്ട് പേരൻസിന് ജനിക്കുന്ന എത്യോപ്യയിൽ ജനിക്കുന്ന മക്കളുടെ കഥയാണ് കട്ടിംഗ് ഫോർ സ്റ്റോൺസ്. എബ്രഹാം വർഗീസും അങ്ങനെ തന്നെയാണ്. എത്യോപ്യയിൽ തന്നെ വന്നിട്ടുള്ള ഒരു ഇന്ത്യൻ വംശജനാണ്. പിന്നെ അദ്ദേഹം അമേരിക്കയിലോട്ട് മൈഗ്രേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ അമേരിക്കൻ സിറ്റിസണാണ്. അമേരിക്കയിൽ സ്റ്റാൻഫോർഡിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. ഇത് കവിതകളുടെ സമാഹാരമാണ്. ഒരു ജപ്പാനീസ് ഹൈക്കു കവിത, ഒരു പിടി മണൽ എന്നാണ് ടൈറ്റിൽ. കവിതകളുടെ പേര് ഇഷികാവ താക്കുബോക്കു എന്ന് പറയുന്ന ജപ്പാനീസ് എഴുത്തുകാരൻ്റെ ഹൈക്കുകളുടെ ഒരു കളക്ഷനാണ്. ബ്ലർബ്. ജാപ്പനീസ് ഭാഷയിൽ നിന്ന് നേരിട്ട് വിവർത്തനം ചെയ്ത ആദ്യ ഹൈക്കു കവിതകളുടെ സമാഹാരം. വെറും 26 വയസ്സ് വരെ മാത്രം ജീവിച്ച ഇഷികാവ താക്കുബോക്കു ജപ്പാൻ സാഹിത്യ ലോകത്തിൽ സമുന്നത സ്ഥാനം വഹിക്കുന്ന കവിയാണ്. ലോകത്തെയും മനോലോകത്തെയും ഒരു കടുകുമണിക്കുള്ളിൽ ഒതുക്കുന്ന കാവ്യവിസ്മയത്തിൻ്റെ അനുപമമായ പരിഭാഷ. വിവർത്തനം ചെയ്തിട്ട് പ്രൊഫസർ PA ജോർജ് ആണ് വിവർത്തനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വിവർത്തനത്തിൻ്റെ പ്രത്യേകത, ഇത് ജാപ്പനീസ് ഭാഷയിൽ നിന്ന് നേരിട്ട് മലയാളത്തിലോട്ട് വിവർത്തനം ചെയ്തിട്ടുള്ളത്. സാധാരണ ജപ്പാൻ ടു ഇംഗ്ലീഷ് ടു മലയാളമാണ് സാധാരണ നമ്മളെപ്പോഴും ട്രാൻസ്ലേഷൻ കാണുന്നത്. ഇത് ജപ്പാൻ ഭാഷയിൽ നിന്ന് നേരിട്ടാണ് വിവർത്തനം ചെയ്തിട്ടുള്ളത് പ്രൊഫസർ PA ജോർജ്. ഹൈക്കു കവിതകൾ, ചെറിയ ചെറിയ കവിതകളുടെ സമാഹാരം. അടുത്തത് ഒരു നോൺ ഫിക്ഷൻ ബുക്കാണ്. ഇംഗ്ലീഷ് ബുക്കിൻ്റെ മലയാളം ട്രാൻസ്ലേഷനാണ്. പ്രാണൻ വായുവിൽ അലിയുമ്പോൾ, പോൾ കലാനിധിയാണ്. ഇത് ഭയങ്കര ഫേമസ് ബുക്കാണ്. വെൻ ബ്രെത്ത് ബിക്കംസ് എയർ, പോൾ കലാനിധി. അപ്പം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ന്യൂറോ സർജൻ ആവുകയും ന്യൂറോ സർജനായി ഒരു 5-6 വർഷം
അങ്ങാണ്ട് കഴിഞ്ഞപ്പോഴേക്ക് ബ്രെയിനിന് ക്യാൻസർ വന്ന് മരിക്കുകയും ചെയ്ത വ്യക്തിയാണ് പോൾ കലാനിധി. അപ്പോൾ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് എഴുതിയ ബുക്കാണ്. അപ്പോൾ ഇത് ഭയങ്കര ഹൈപ്പിലുണ്ടായിരുന്ന ഒരു ബുക്കാണ് ഇറങ്ങിയ സമയത്ത്. ഇപ്പോഴും വളരെ പോപ്പുലറാണ്. പോൾ കലാനിധിയുടെ ആത്മകഥയാണ്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ന്യൂറോ സർജൻ ആയിരുന്നു. അദ്ദേഹം ബ്രെയിനിന് ക്യാൻസർ വന്ന് മരിച്ചു. അപ്പം വളരെ ചെറിയ പ്രായത്തിൽ. അപ്പോൾ അതിനെപ്പറ്റി അദ്ദേഹത്തിൻ്റെ മകൾക്കൊക്കെ വായിക്കാൻ വേണ്ടി അദ്ദേഹം എഴുതിയൊരു ബുക്കാണ്. അതായത് അതിന് മുമ്പ്, കാരണം മകളൊക്കെ കൊച്ചാണ്, ജനിച്ചതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് മരിക്കേണ്ടി വന്നു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ഒരു സർജൻ ആയിരിക്കെ അദ്ദേഹം ഒരു ഇതൊരു അസുഖം വന്ന് മരിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഉള്ള മോർട്ടാലിറ്റിയെ പറ്റിയുള്ള ഒരു ബുക്കാണ്. അദ്ദേഹത്തിന് ആത്മകഥയും പ്ലസ് മോർട്ടാലിറ്റിയെ പറ്റി, അതായത് നമ്മുടെ മരണത്തെ പറ്റിയുള്ള, അല്ലെങ്കിൽ നശ്വരമായ ജീവിതത്തെ പറ്റിയുള്ള കുറേ അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ബുക്കാണ് പോൾ കലാനിധിയുടെ പ്രാണൻ വഴിയൊലിക്കുമ്പോൾ, അല്ലെങ്കിൽ വെൻ ബ്രെത്ത് ബിക്കംസ് എയർ. ബ്ലർബ് വായിക്കാം. പ്രഗത്ഭനായ ന്യൂറോ സർജൻ എന്ന നിലയിലേക്ക് വളർന്നുകൊണ്ടിരിക്കെ അതീവ ഗുരുതരമായ ശ്വാസകോശാർബുദമാണ് കേട്ടോ. ശ്വാസകോശാർബുദം ബാധിച്ച് രോഗശൈലിയിലായിട്ടും രോഗത്തെയും മരണത്തെയും വെല്ലുവിളിച്ച് ജീവിതം തിരികെ പിടിക്കാൻ ശ്രമിച്ച ഒരു ചെറുപ്പക്കാരൻ്റെ ഹൃദയസ്പർശിയായ ജീവിത അനുഭവമാണ് ഈ പുസ്തകം. മരണത്തെ മുന്നിൽ കണ്ടപ്പോഴും തികച്ചും ശാന്തചിത്തനായി സംയമനത്തോടെ മനസാന്നിധ്യത്തോടെ അതിനെ നേരിടുകയും ഒരു ഘട്ടത്തിൽ അതിനെ മറികടന്ന് ജീവിതത്തിൽ തിരികെ വരികയും ഓപ്പറേഷൻ തിയേറ്ററിൽ വീണ്ടും സജീവമാകുകയും ചെയ്തു ഗ്രന്ഥകാരൻ. രോഗാവസ്ഥകൾ മനുഷ്യരിൽ സൃഷ്ടിക്കുന്ന അത്യന്തം സംഘർഷഭരിതമായ വൈകാരിക അവസ്ഥയെ പറ്റിയും ഡോക്ടർ രോഗി ബന്ധത്തെപ്പറ്റിയും രോഗി തൻ്റെ രോഗാവസ്ഥയെ സ്വീകരിക്കേണ്ടുന്ന രീതിയെപ്പറ്റിയും പക്ഷേ ഒരു സമയം ഡോക്ടറും രോഗിയുമായ പോൾ കലാനിധി രേഖപ്പെടുത്തുന്നു. ജീവൻ്റെയും മരണത്തിൻ്റെയും അർത്ഥതലങ്ങളെ തേടുന്ന ജീവിതത്തെ അതിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങൾക്കും അനിശ്ചിതാവസ്ഥകൾക്കും മുന്നിൽ പതറാതെ നയിക്കാൻ പര്യാപ്തമാകുന്ന ചിന്തകൾ പങ്കുവെച്ചുകൊണ്ട് ജീവിതത്തെ ജീവിക്കാൻ തക്കവണ്ണം മൂല്യവത്താക്കുന്നത് എന്തെന്നു മനസ്സിലാക്കി തരുന്ന ചില അനുഭവങ്ങളും ദർശനങ്ങളുമാണ് പോൾ കലാനിധി മുന്നോട്ട് വയ്ക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ രചന പുരോഗമിക്കവേ അദ്ദേഹം മരണമടഞ്ഞുവെങ്കിലും നമുക്കേവർക്കും വഴികാട്ടിയായി നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളും അനുഭവങ്ങളും. വിവർത്തനം ചെയ്തിട്ട് രാധാകൃഷ്ണൻ തൊടുപുഴയാണ് വിവർത്തനം ചെയ്തിട്ടുള്ളത്. ഇത് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം മരിച്ചു. ബാധിതയായ സാമാന്യ ജനങ്ങൾക്ക് രോഗാവസ്ഥയെ മനസ്ഥൈര്യത്തോടെ നേരിടാനുള്ള ആത്മവിശ്വാസം പകരുന്ന അസാധാരണമായ അനുഭവക്കുറിപ്പുകൾ. ലോകമെങ്ങും വായനയിൽ തരംഗം സൃഷ്ടിച്ച കൃതിയാണ്. ഇത് ഇറങ്ങിയപ്പോൾ എൻ്റെ അമ്മ ടോപ്പ് ഹൈപ്പ് ബുക്കായിരുന്നു. കാരണം ഇത്രയും, അതായത് മരിച്ചു കഴിഞ്ഞ ഒരാളാണ് അത് എഴുതിയത്. അത് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം മരിക്കുന്നത്. സോ ആ ഒരു ആത്മകഥ ഭയങ്കര ടോപ്പ് ബുക്കാണ്. നിങ്ങൾക്ക് മിക്കവാറും എല്ലാവർക്കും ഈ പേര് കേട്ടിട്ടുണ്ട്, വെൻ ബ്രെത്ത് ബിക്കംസ് എയർ. അടുത്ത ബുക്ക് എന്ന് പറയുന്നത് നോൺ ഫിക്ഷൻ ബുക്കാണ്. എഴുതിയിട്ടുള്ള ഡോക്ടർ ബി ഉമാദത്തൻ എഴുതിയ ബുക്കാണ് അവയവദാനം അറിയേണ്ടതെല്ലാം. അവയമാറ്റ ശസ്ത്രക്രിയയുടെ ആരോഗ്യശാസ്ത്രവും നിയമവശവും. അവയമാറ്റത്തിൻ്റെ നിയമക്കുരുക്കുകൾ, അവയമാറ്റ സംബന്ധിയായ മുഴുവൻ വിധികളും ഓർഡിനൻസുകളും ആവശ്യമായ ഫോമുകളും മലയാളത്തിൽ. അവയവമാറ്റ ശസ്ത്രക്രിയകൾ നടത്താവുന്ന ആശുപത്രികളെക്കുറിച്ചുള്ള വിവരങ്ങൾ, ഏതൊരാൾക്ക് ആവശ്യമായി വന്നേക്കാവുന്ന പുസ്തകം. ഇത്രയാണ് ഫ്രണ്ടിൽ തന്നെ എഴുതിയിരിക്കുന്നത്. അവയവദാനം അറിയേണ്ടതെല്ലാം എന്നാണ് ബുക്കിൻ്റെ പേര്. എഴുതിയിട്ടുള്ള ഡോക്ടർ ബി ഉമാദത്തനാണ്. ഡോക്ടർ ബി ഉമാദത്തൻ ഒരു ഫോറൻസിക് സർജനാണ്. അദ്ദേഹം മറ്റ് ഫോറൻസിക് സർജറിയായിട്ട് ബന്ധപ്പെട്ട് കുറേ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ആൾറെഡി ഫേമസ് ആയിട്ടുള്ളതാണ്. അവയവദാനത്തെ പറ്റി നമുക്ക് ഒരു റെഫറൻസ് നിന്നുമായതുകൊണ്ട് ഞാൻ എടുത്തതാണ്. ബ്ലർബ് വായിക്കാം. ജീവിതശൈലി രോഗങ്ങളുടെ വർധന മൂലം അവയവദാനം എന്നത് ഇന്ന് സാർവത്രികമായി ഉപയോഗിക്കപ്പെടുന്ന സംജ്ഞയായി മാറിയിട്ടുണ്ട്. അവയവദാനം ആവശ്യമായി വരുന്ന രോഗികളുടെ എണ്ണത്തിൽ മുമ്പന്തിയിലാണ് കേരളം. അടുത്ത ബന്ധുവിനെയോ സുഹൃത്തിനെയോ ആവശ്യമായി വരുമ്പോഴാണ് അതിൻ്റെ നിയമക്കുരുക്കുകൾ എത്രമാത്രമുണ്ടെന്ന് തിരിച്ചറിയുക. അവയവദാന സംബന്ധിയായ ആരോഗ്യ നിയമവശങ്ങളിലുള്ള അജ്ഞത മൂലം ഒട്ടേറെ ആളുകൾ ചൂഷണത്തിന് ഇരയാകുന്നുണ്ട്. അവയവമാറ്റ അംഗീകാര സമിതിയുടെ അധ്യക്ഷനായിരുന്ന ഡോക്ടർ ബി ഉമാദത്തൻ്റെ പുസ്തകം വിഷയ സംബന്ധിയായ എല്ലാ സംശയങ്ങൾക്കും ഉത്തരം നൽകുന്നു. അവയവമാറ്റ ശസ്ത്രക്രിയകൾക്കായി സർക്കാർ തലത്തിൽ സമർപ്പിക്കേണ്ട മുഴുവൻ അപേക്ഷാ ഫോറങ്ങളും മലയാളത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഒപ്പം ഇത് സംബന്ധിച്ച എല്ലാ കോടതി ഉത്തരവുകളും ഓർഡിനൻസുകളും ലളിതമായ ഭാഷയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അപ്പം അവയവദാനങ്ങളെ പറ്റി അറിയേണ്ടതെല്ലാം ഇദ്ദേഹം അതിൻ്റെ കമ്മിറ്റിയിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് ഡോക്ടർ ബി ഉമാദത്തൻ. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുടെ ബുക്കാണ്. അവയവദാനം അറിയേണ്ടതല്ല, റെഫറൻസ് ആണ്. താല്പര്യമുള്ളവർ മാത്രം ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ വാങ്ങിച്ച് കൈ വെച്ചേക്കുക. അടുത്തതെന്ന് പറയുന്നത്, നമ്മൾ പണ്ട് ഗൾഫിൽ ഇടയ്ക്കൊന്ന് പോയായിരുന്നു. അപ്പോൾ അന്നോട്ട് തുടങ്ങിയ ഒരു പരിപാടിയാണ് അറബി പഠിക്കൽ.
അറബി പഠിക്കാനുള്ള പുസ്തകങ്ങൾ ഒന്ന് രണ്ടെണ്ണം അവിടുന്ന് വാങ്ങിച്ചു കൈവച്ചു. എന്ന് വെച്ചാൽ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം പിന്നെ അറബി പഠിത്തം ഇല്ല. പക്ഷെ നമ്മളവിടെ വെച്ച് ഇച്ചിരി തുടങ്ങിയത് കൊണ്ട് അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള പുസ്തകങ്ങൾ ഇങ്ങനെ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് അറബി പഠിക്കാനുള്ള ഒരു ബുക്കാണ്, പഠനസഹായി. അറബിക് മാഫി മുഷ്കിൽ എന്നാണ് ബുക്കിൻ്റെ പേര്. അറബിക് ഭാഷ ഇനി ഒരു പ്രശ്നമേ അല്ല. എഴുതിയിട്ടുള്ളത് മുജീബ് എടവണ്ണ എഴുതിയ അറബിക് മാഫി മുഷ്കിൽ എന്നാണ് ഈ ബുക്കിന്. ലളിതമായും രസകരമായും അറബി ഭാഷ പഠിക്കാം, അതാണ് ബുക്ക്. അപ്പോൾ അറബി പഠിക്കാനുള്ള ഒരു പഠന സഹായം. അറബിക് മാഫി മുഷ്കിൽ, മുജീബ് എടവണ്ണ. ബ്ലർബ് വായിക്കണം. അറബിക് ഭാഷ ഒരു മുഷ്കിലല്ലെന്നു മലയാളികളെ ലളിതമായി ബോധ്യപ്പെടുത്തുന്ന തീർത്തും വ്യത്യസ്തമായ ഒരു പഠന സഹായി. ഭാഷാ പഠനത്തിൻ്റെ കണിശതയില്ലാതെ രസകരമായ അനുഭവങ്ങളിലൂടെ അറബിക് വാക്കുകളുടെ സംഭാഷണങ്ങളും പരിചയപ്പെടുത്തുന്നു. അറബിക് പഠിച്ചിട്ടില്ലാത്തവരെ പോലും ആകർഷിക്കാൻ കഴിയുന്ന രസകരമായ അവതരണ ശൈലി തന്നെയാണ് മുജീബ് എടവണ്ണയുടെ ഈ ഭാഷാ സംരംഭത്തെ മറ്റ് അറബിക് പഠന സഹായങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുക. അപ്പോൾ നമ്മളെ കുറച്ച് അറബി അവിടെ വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ എന്താ പറയുന്നത് കെയ്ഫൽ ഹാൽ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അതിനുള്ള ഉത്തരം എന്താണ് പറയേണ്ടതെന്ന് പഠിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഗൾഫിലുണ്ടായ സമയത്ത്. പിന്നെ നമ്മളിത് വിട്ടെങ്കിലും നമ്മൾ കുറച്ച് ആ ഒരു ടോപ്പിക്ക് തുടങ്ങിയത് കൊണ്ട് ആ ടോപ്പിക്കിലുള്ള കുറച്ച് പുസ്തകങ്ങൾ കളക്ട് ചെയ്ത് വെച്ചേക്കാന്ന് വിചാരിച്ചു. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാലോ മറ്റ് ഭാഷകൾ നമ്മൾ പഠിക്കേണ്ടതാണ്, പഠിക്കുന്നത് നല്ലതാണ്. ബ്രെയിനും പിന്നെ നമ്മുടെ എന്തു പറഞ്ഞ അപ്പോൾ ഞാൻ ഹിന്ദി പദ്യപാരായണം സമാഹരണം രാജേഷ് കെ പുതുമണ. അപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചാണ് ഹിന്ദിയിലുള്ള ഒരു ബുക്കാണ്. ബേസിക്കലി ഈ ബുക്കിനകത്ത് ഒന്നുമില്ല, അതായത് ഹിന്ദിയിലുള്ള കവിത ഹിന്ദി കൊടുത്തിരിക്കുന്നു, എന്നിട്ട് അതേ കാര്യങ്ങൾ മലയാളത്തിൽ തതുല്യ വാക്കുകൾ ഉപയോഗിച്ച് അത് വരും. അതായത് എന്താണോ നമ്മൾ ഹിന്ദിയിൽ വായിക്കുന്നത് അതിനെ മലയാളത്തിലേക്ക് കൊടുത്തിരിക്കുന്നു, അതിൻ്റെ അർത്ഥം കൊടുത്തിട്ടില്ല. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ എന്താണോ ഹിന്ദിയിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അത് മലയാള ലിപിയിൽ അതുപോലെ എഴുതിയിരിക്കുന്നു, മലയാള ലിപി ഉപയോഗിച്ച് അത് എഴുതിയിരിക്കുന്നു. എന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് ഇങ്ങനെയാണ് ഉച്ചരിക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടി. മറ്റ് ഒരു എന്താ പറയുക അതിൻ്റെ അർത്ഥമോ അതിൻ്റെ വ്യാഖ്യാനമോ അങ്ങനെയൊന്നുമില്ല. തുറന്ന് കാണിക്കാം. ഇപ്പം ഇതിപ്പോൾ മേളിൽ ഹിന്ദിയുടെ ഇത് നമ്മൾ എങ്ങനെയാണോ ഹിന്ദി അറിയാവുന്ന ഒരാൾ എങ്ങനെയാണോ വായിക്കുന്നത് അത് തന്നെ അതെങ്ങനെയാണെന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. അതായത് മലയാളം ലിപിയിലാണെങ്കിലും എഴുതിയിരിക്കുന്നത് ഹിന്ദിയാണ്. അപ്പം അങ്ങനെ ഓരോ കവിതകളും അതിൻ്റെ മലയാളത്തിലുള്ള ഇങ്ങനെയാണ് ബുക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതിനകത്ത് മീനിങ് ഒന്നും കൊടുത്തില്ല, ഹിന്ദിയുടെ മീനിങ് ഒന്നും കൊടുത്തില്ല. പിന്നെ ഡിസ്കൗണ്ട് കിട്ടിയോണ്ട് ഞാൻ എടുത്തതാണ്, കാരണം ഇപ്പോൾ കുറച്ച് ഹിന്ദിയിൽ കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഹിന്ദിയെങ്കിലും വായിക്കാം. ബ്ലർബ് വായിക്കാം. സമാഹരണമാണ് രാജേഷ് കെ പുതുമന. അപ്പോൾ അദ്ദേഹമാണ് അത് കറക്റ്റായിട്ട് എങ്ങനെയാണ് മലയാള ഉച്ചാരണം എന്നുള്ളത് കൃത്യമായിട്ട് എഴുതിയിട്ടുള്ളത്. ഹിന്ദി പദ്യപാരായണത്തിൽ പങ്കെടുക്കുന്നവർക്ക് മികച്ച സഹായിയാണ് ഈ സമാഹാരം. ഹിന്ദി പദ്യപാരായണം ചെയ്യുന്നവർക്കാണ് കേട്ടോ, അല്ല മറ്റുള്ള കലോത്സവത്തിനൊക്കെ ഈ പാരായണം ഉണ്ടല്ലോ, അത് അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള പുസ്തകമാണ്. ഹിന്ദി പദ്യപാരായണത്തിൽ പങ്കെടുക്കുന്നവർക്ക് മികച്ച സഹായിയാണ് ഈ സമാഹാരം. സ്കൂൾ തലം മുതലുള്ള മത്സരങ്ങൾക്ക് പഠിച്ചു ചൊല്ലാവുന്ന കവിതകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹിന്ദി വാക്കുകളുടെ ഉച്ചാരണം മലയാളം ലിപിയും നൽകിയിരിക്കുന്നു. സൂര്യകാന്ത് ത്രിപാഠി നിരാല, മൈഥിലി ശരൺ ഗുപ്ത്, ഹരിവംശ റായ് ബച്ചൻ തുടങ്ങി ഹിന്ദി സാഹിത്യത്തിലെ പ്രമുഖരായ ഒരു 25ഓളം കവികളുടെ കവിതകളാണ് മത്സരത്തിന് അനുയോജ്യമായ വിധത്തിൽ ഈ സമാഹാരത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ കവിതാ പാരായണ മത്സരങ്ങൾക്ക് പോകുന്നവർക്കുള്ള ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു പുസ്തകമാണ് ഹിന്ദി പദ്യപാരായണം. ഹിന്ദി കൊടുത്തിരിക്കുന്നു, അത് എങ്ങനെയാണോ വായിക്കേണ്ടത് അത് മലയാളത്തിൽ എഴുതിയിരിക്കുന്നു, മറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ മറിച്ചു നോക്കി. അടുത്തത് ഇത്രയാണ് മലയാളം പുസ്തകങ്ങൾ ഞാൻ 50% ഡിസ്കൗണ്ട് വാങ്ങിച്ചത്. അതിനുശേഷം അടുത്തത് ഇംഗ്ലീഷ് പുസ്തകങ്ങളാണ്. അപ്പോൾ അതിൽ ഒന്നാമത് പരിചയപ്പെടുന്ന ഒരു നോവലാണ് അയാൻ റാൻഡിൻ്റെ അറ്റ്ലസ് ഷ്രഗ്ഡ്. ഇതെന്ന് പറയുന്ന ഒരു നോവലാണ്. അപ്പോൾ അയാൻ റാൻഡ് എന്ന് പറയുന്ന ഒരു ഫിലോസഫറാണ്, അമേരിക്കയിലുണ്ടായിരുന്ന ഫിലോസഫറാണ്. അത് അവരുടെ ഐഡിയ എന്ന് പറയുന്നത് ക്യാപിറ്റലിസം അടിപൊളി, ഒബ്ജക്റ്റിവിസം പിന്നെ ഇൻഡിവിജ്വലിസം, ഇങ്ങനത്തെ ഒരു 3 സെറ്റപ്പാണ് അവരുടെ ഒരു കാര്യം. അപ്പോൾ അയാൻ റാൻഡിന് പൊതുവേ എന്താ പറയുന്നത് ഭയങ്കര വിമർശകരും ഉണ്ട്. അയാൻ റാൻഡാണ് ശരി, അയാൻ റാൻഡ് പറഞ്ഞതാണ് കറക്റ്റ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരും ഉണ്ട്. അയാൻ റാൻഡ് ശരിയല്ല, കാരണം ക്യാപിറ്റലിസം അല്ല ശരി, ഒബ്ജക്റ്റീവ്സും അല്ല ശരി, ഇൻഡിവിജ്വലിസം അല്ല, നമ്മൾ കളക്റ്റീവായിട്ടാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അപ്പോൾ ക്യാപിറ്റലിസം കംപ്ലീറ്റ് ഇൻഡിവിജ്വലിസം ഒബ്ജക്റ്റീവ്സത്തിൽ ബേസ് ചെയ്താണ്. അപ്പോൾ അയാൻ റാൻഡ് 2 നോവൽ ഇട്ടുണ്ട്, ദ ഫൗണ്ടൻ ഹെഡോ അങ്ങനെ എന്താ പറഞ്ഞിട്ടൊരു നോവലും, അത് ദ ഫൗണ്ടനോ അല്ലെ ദ ഫൗണ്ടൻ ഹെഡോ ഇതിലേതോ അങ്ങനെ ഒരു നോവലും ഉണ്ട്. കൂടാതെ അറ്റ്ലസ് ഷ്രഗ്ഡ് എന്ന് പറഞ്ഞ നോവൽ. ഈ 2 നോവലും ഈ ക്യാപിറ്റലിസം പ്രേമികളുടെ ഒരു ഇഷ്ടപുസ്തകമാണ്. എങ്ങനെയായിരിക്കും ഒരു ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയിൽ എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വലിസം ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സും ഇൻഡിവിജ്വലിസം ഫോളോ ചെയ്യുന്ന ഒരാൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി അവരെഴുതിയൊരു നോവലാണ്. ഈ നോവൽ കൊള്ളാത്ത നോവലാന്ന് പറയുന്നവരുണ്ട്, ഇത് മഹത്തായ നോവലാന്ന് പറയുന്നവരുണ്ട്. ഇത് 2 ഇതുണ്ട്. അതായത്
അതായത് ഇതെന്ന് പറയുന്നത് ഒരു പ്രൊപ്പഗണ്ട നോവലാണ്. ഇത് ക്യാപിറ്റൽസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അവർ ഇറക്കിയ ഓടായ്പ പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നോവലിനെ ഭയങ്കരമായിട്ട് വിമർശിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് വളരെ നല്ല നോവലാണ്, ഇത് ലോകത്ത് എല്ലാവരും വായിച്ചിരിക്കേണ്ട നോവലാണ്, ഇത് മികച്ച ഒരു നോവലാണ്, ഇത് നമ്മുടെ എങ്ങനെയാണ് ക്യാപിറ്റലിസത്തിൻ്റെയും എന്താ പറയുക ഇൻഡിവിജ്വലിസത്തിൻ്റെയൊക്കെ മഹത്വം എന്താ നമ്മളെ വെളിപ്പെടുത്തുന്ന നോവലാണെന്ന് പറഞ്ഞിട്ട് ഇതിനെ പുകഴ്ത്തുന്ന ഒരു ക്ലാസ്സും ഉണ്ട്, ഇതിനെ ഇകഴ്ത്തുന്ന ഒരു ക്ലാസ്സും ഉണ്ട്. അങ്ങനെ ഏനോ ലവ് ആൻഡ് ഹേറ്റ് റിലേഷൻഷിപ്പ് ഉള്ള ഒരു ഭയങ്കര ഫേമസ് നോവലാണ് അറ്റ്ലസ് ഷ്രഗ്ഡ്. അപ്പോൾ ഇതിനെപ്പറ്റി അറിഞ്ഞപ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് വായിക്കണമെന്നൊരു ആഗ്രഹം തോന്നും, ഇങ്ങനെ കൺഫ്ലിക്റ്റിംഗ് ഇത് വരുമ്പോൾ തന്നെ. അടുത്തത് നോൺ ഫിക്ഷൻ ബുക്കാണ് പ്രെഡിക്റ്റബിളി ഇറാഷണൽ ഡാൻ എയർലി. അപ്പോൾ പ്രെഡിക്റ്റബിളി ഇറാഷണൽ എന്ന് പറഞ്ഞാൽ ദി ഹിഡൻ ഫോഴ്സസ് ദാറ്റ് ഷേപ്പ് അവർ ഡിസിഷൻസ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ബ്രെയിനിലുള്ള കോഗ്നിറ്റീവ് ബയാസുകൾ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, കോഗ്നിറ്റീവ് ബയാസുകൾ, അതുപോലെ നമ്മളുടെ ലോജിക്കൽ ഫാലസീസ്, ഇതൊക്കെ സ്ഥിരമായിട്ട് നമ്മുടെ ബ്രെയിൻ നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മൾ എത്ര ബുദ്ധിമാനാണെന്ന് സ്വയം വിചാരിച്ചാലും നമ്മളെ ചതിക്കലാണ് നമ്മുടെ ബ്രെയിൻ്റെ പണി. അത് നമ്മൾ എവല്യൂഷനിൽ വളർന്ന സമയത്ത് അങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ വയർഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് പല സമയത്തും നമ്മൾ പ്രെഡിക്റ്റബിളി ഇറാഷണലാണ്. പ്രെഡിക്റ്റബിളി ഇറാഷണൽ എന്ന് പറഞ്ഞാൽ സയൻസിന് അറിയാം ഇന്ന ലോജിക്കൽ ഫാലസി, ഇന്ന കോഗ്നിറ്റീവ് ബയാസുകൾ മനുഷ്യനുണ്ടെന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് അതാണ് പ്രെഡിക്റ്റബിളി ഇറാഷണൽ. സോ മനുഷ്യർ പൊതുവേ ഇറാഷണലാണ്, ഇറാഷണൽ ആൾക്കാരാണ് ജീവിച്ചു പോകുന്നത്. അങ്ങനെയാണ് എവല്യൂഷനിലൂടെ നമ്മൾ രക്ഷപ്പെട്ടത്. അടുത്തതെന്ന് പറയുന്നത് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ബുക്കാണ് ക്ലെയർ അസ്ക്യൂ ആണ് എഴുതിയിട്ടുള്ളത്. നോവലിസ്ത എന്നാണ് ബുക്കിൻ്റെ പേര്. എനിവൺ ക്യാൻ റൈറ്റ് എ നോവൽ, യെസ് ഈവൻ യു. അപ്പോൾ എങ്ങനെയാണ് ഒരു നോവൽ എഴുതേണ്ടത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ബുക്കാണ്. അപ്പോൾ നമ്മൾ നോവലിസ്റ്റ് ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വായിച്ചു നോക്കാവുന്ന ഒരു ബുക്കാണ് നോവലിസ്ത. അപ്പോൾ അങ്ങനെ ഇത് ഞാൻ ഇങ്ങനെ കണ്ടപ്പെടുത്തി ഞാൻ കേട്ടിട്ട് പോലുമില്ല ഇങ്ങനൊരു ബുക്കിനെ പറ്റി, ഇത് കൊള്ളാമോ എന്നും നമുക്കറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ടോപ്പിക്ക് നോക്കുന്ന എന്താണ്, ഈ നോവലിസ്റ്റ് ആവാൻ ആഗ്രഹിക്കുന്നവരെ ഒരു കോച്ചിങ് പോലത്തെ ബുക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് സെലക്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് എഴുതാനൊക്കെ താല്പര്യമുണ്ട്, പക്ഷേ എന്ത് ചെയ്യാം, അപ്പോൾ നമുക്കിത് വായിച്ച് നോക്കാം. അടുത്തത് ലോക പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം എഴുതിയ മിക്കവാറും എല്ലാ ബുക്കും ഫേമസ് ആണ്, നോൺ ഫിക്ഷൻ ബുക്കാണ്. ദ ബെറ്റർ ഏഞ്ചൽസ് ഓഫ് അവർ നേച്ചർ. സ്റ്റീഫൻ പിങ്കർ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹം ഒരു അമേരിക്കയിലെ ഒരു സൈക്കോളജിസ്റ്റാണ്. ഇത് ദി ഡിക്ലൈൻ ഓഫ് വയലൻസ് ഇൻ ഹിസ്റ്ററി ആൻഡ് ഡിസ്കോഴ്സസ്. അപ്പോൾ സ്റ്റീഫൻ പിങ്കർ അമേരിക്കയിലെ ഒരു സൈക്കോളജിസ്റ്റാണ്. ഇദ്ദേഹം റാഷണലിസം എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. അതുപോലെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എങ്ങനെയാണ് ഇപ്പം ഈ ബുക്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് വയലൻസും, അതായത് ലോകത്ത് സ്റ്റീഫൻ പിങ്കർ പറയുന്ന കാര്യമാണ്, ലോകത്ത് ഒരു മനുഷ്യന് ജീവിച്ചിരിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത്, ഒരു മനുഷ്യനായിട്ട് നമ്മൾ ജനിക്കുവാണെങ്കിൽ ഏറ്റവും ജീവിച്ചിരിക്കാൻ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഇന്ന് ഇവിടെയാണ് എന്നുള്ളതാണ് സ്റ്റീഫൻ പിങ്കറിൻ്റെ തീസിസ്. അതാണ് ഈ ബുക്കിൽ പറയുന്നത്. അദ്ദേഹം ഇത് ഒരുപാട് സ്പീച്ചസും ചെറിയ വീഡിയോസൊക്കെ ആയിട്ടൊക്കെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അതായത് ബേസിക്കലി ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ലോകത്തെ, അതായത് ഇപ്പോൾ നമ്മൾ പണ്ട് ജീവിച്ചിരുന്നെങ്കിൽ ആൻറ്റിബയോട്ടിക് ഇല്ല, ഇപ്പം ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത് തന്നെ ചിലപ്പോൾ എനിക്ക് വാക്സിൻ, കുട്ടിക്കാലത്ത് ഞാൻ ജനിച്ചപ്പോൾ തന്നെ വാക്സിൻ എടുത്തതുകൊണ്ടാണ്. പിന്നെ പല അസുഖങ്ങൾ വന്നപ്പം പേരൻസ് തന്നെ ഡോക്ടറിനെ എടുത്തുകൊണ്ട് മരുന്നൊക്കെ തന്നിട്ടുണ്ട്. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. പല കുട്ടികളും മരിച്ച്, അപ്പോൾ നമ്മൾ അണ്ടർ 5 ഏജ് മോർട്ടാലിറ്റി ഉണ്ട്, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി ഉണ്ട്, മെറ്റേണൽ മോർട്ടാലിറ്റി ഉണ്ട്. അങ്ങനെ ആ മോർട്ടാലിറ്റികളെല്ലാം നമുക്ക് തരണം ചെയ്യാൻ പറ്റി. എന്താ പറയുക, ശാസ്ത്രം വികസിച്ചു, വയലൻസ് കുറഞ്ഞു. പിന്നെ പണ്ടെന്ന് പറഞ്ഞാൽ തെക്കും വടക്കും എല്ലാം വയലൻസ് ആയിരുന്നു, വെട്ടും കുത്തും എന്താ പറയുക. അങ്ങനെ എപ്പോൾ വേണമെങ്കിലും എന്താ അപകടം പറ്റാം. 2 രാജ്യങ്ങൾ തമ്മിൽ എപ്പോഴും യുദ്ധം, ചെറു രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം. ഇപ്പോൾ ഏറ്റവും പീസ്ഫുൾ ടൈം ഇപ്പോഴാണ് ജീവിച്ചിരിക്കാൻ പറ്റിയ ബെസ്റ്റ് ടൈം. ശാസ്ത്രത്തിൻ്റെ വളർച്ച കൊണ്ടും പിന്നെ വയലൻസിൻ്റെ കുറവ് കൊണ്ടും നമ്മുടെ കോഓപ്പറേഷൻ കൊണ്ടും എല്ലാം ബെസ്റ്റ് ടൈം ഇന്ന് ഇവിടെ എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ തീസിസ്. അപ്പോൾ അതാണ് അദ്ദേഹം ഇത് ഡിക്ലൈൻ ഓഫ് വയലൻസ് ഇൻ ഹിസ്റ്ററി ആൻഡ് ഡിസ്കോഴ്സസ്. എങ്ങനെയാണ് വയലൻസ് ഹിസ്റ്ററി എന്ന് അദ്ദേഹം പറയാറുള്ളത് ബെസ്റ്റ് ടൈം ഇപ്പോഴാണെന്നുള്ളത് പറയാറുണ്ട്. ഈ ബുക്കിൽ അദ്ദേഹം വയലൻസ് ഏറ്റവും കുറഞ്ഞിരിക്കുന്ന സമയം ഇപ്പോഴാണ്, എങ്ങനെയാണ് വയലൻസ് ഉണ്ടായത്, വയലൻസ് എങ്ങനെയാണ് കുറഞ്ഞത്, അങ്ങനെ പറ്റും അതിൻ്റെ ചരിത്രം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ബുക്കാണ്. നല്ല കട്ടി ബുക്കാണ്. പേപ്പർ ബാക്കാണ് സാധനം. പേപ്പർ ബാക്കിൽ തന്നെ ഇത്ര കട്ടി, അപ്പോൾ ഊഹിക്കാലോ. അങ്ങനെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് അവസാനമായിട്ട് ഞാൻ 50% ഡിസ്കൗണ്ട് ഉള്ള സ്ഥലത്ത് അവിടെ മേശപ്പുറത്തിരുന്നതാണ് ഇവരുടെ DC ബുക്സിൻ്റെ കാറ്റലോഗ്. കാണാമൊന്നുമില്ല, DC ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന എല്ലാ പുസ്തകം, ഇതെല്ലാ പ്രസാധകരും കാറ്റലോഗ് ഇറക്കും. അപ്പോൾ നമ്മൾ ഈ ചില ആൾക്കാരുടെയൊക്കെ ഓൺലൈനിലൊക്കെ നമ്മൾ പ്രസാധകരുടെയൊക്കെ ബുക്കുകൾ നേരിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അവർ കാറ്റലോഗ് അയച്ചു തരും വാട്സപ്പിൽ കൂടെ PDF. അപ്പോൾ ഇത് പ്രിൻ്റഡ് PDF എന്ന് പറഞ്ഞ കാറ്റലോഗാണ്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ വായിച്ച് നോക്കാം. വായിച്ച് നോക്കിയിട്ട് ഇഷ്ടമുള്ള പുസ്തകങ്ങളൊക്കെ കാണുവാണെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി
ഏതൊക്കെ ബുക്കാണ് അവർ ഇറക്കുക, DC ബുക്സ് ഇറക്കുന്ന ബുക്കിൻ്റെ കാറ്റലോഗ്. അത് അവിടെ ഇരുന്നത് ഫ്രീ ആയിട്ട് അവിടെ ഇരുന്നപ്പോൾ ഞാൻ എടുത്തതല്ല. എവിടെ പോയാലും ഇത് സാധനം ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ഇത്രയും പുസ്തകങ്ങളാണ് നമ്മൾ DC ബുക്സുകാർ നടത്തിയ പുസ്തക ചന്ത എന്ന പേരിൽ നടത്തിയ ബുക്ക് ഫെസ്റ്റിവലിൻ്റെ എന്താ പറയുന്നത്, ബുക്ക് ഫെസ്റ്റിവലിൽ നിന്ന് വാങ്ങിയ പുസ്തകങ്ങൾ. അപ്പോൾ ഇതിനകത്ത് ബുക്ക് ഫെസ്റ്റിവലിനകത്ത് നമുക്കറിയാം പുതിയ പുസ്തകങ്ങൾക്ക് 10% ഡിസ്കൗണ്ടേ ഉള്ളൂ. അപ്പം അത് എന്താ പറയുക, കാര്യം എന്ന് വെച്ചാൽ അവരുടെ സൈറ്റിൽ കയറി ചെന്നാൽ ഏകദേശം 20% ഡിസ്കൗണ്ട്, പിന്നെ റഷ് അവർ എന്ന് പറഞ്ഞിട്ട് 25% ഡിസ്കൗണ്ടൊക്കെ ഇടയ്ക്ക് ചില എന്താ പറയുക എല്ലാ ദിവസവും ഒരു 100 പുസ്തകത്തിന് 25% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ് വിൽക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ നേരിട്ട് നമ്മൾ പോകുമ്പം ശരിക്കും പറഞ്ഞാൽ 10% കുറച്ച് ഡിസ്കൗണ്ട് കുറഞ്ഞു പോയി എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ മറ്റേതെന്ന് പറഞ്ഞാൽ എല്ലാം സെക്കൻഡ് ഹാൻഡ് ബുക്സാണ്. അപ്പോൾ സെക്കൻഡ് ഹാൻഡ് ബുക്സുകൾ കാണിച്ചിട്ട് നമ്മളെ ആകർഷിപ്പിക്കുക. 30% തൊട്ട് 70% ഡിസ്കൗണ്ട് ഉണ്ട്. ആ 70% അക്കാഡമിക് പുസ്തകങ്ങൾക്കാണ്, 50% ഉള്ളൂ ബാക്കി പുസ്തകങ്ങൾക്ക്. അപ്പോൾ ആ 70% കാണിച്ച് നമ്മളെ ആകർഷിപ്പിച്ചിട്ട് 10% പുസ്തകം വിൽക്കുക എന്നുള്ള സൈക്കോളജിക്കൽ മൂവാണ് DC ബുക്സ് നടത്തിയത്. ബട്ട് എനിവേ, എങ്ങനെയായാലും നമ്മൾ ഈ പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കും. കാരണം എല്ലാം എന്താ പറയുക, ഇൻട്രസ്റ്റിംഗ് ആൻഡ് വളരെ നമുക്ക് താല്പര്യമുള്ള പുസ്തകങ്ങളും ടോപ്പിക്സുമാണ്. അപ്പം ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് ഏവർക്കും നന്ദി.